വിശുദ്ധ റമദാനിന്റെ തുടക്കം എന്ന നിലക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കൽ അത്യന്താപേക്ഷിതമായ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിശുദ്ധ റമദാനിന്റെ പ്രഥമ മഹത്വമായി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് വിശുദ്ധ ഖുർആൻ പേരെടുത്തു പരാമർശിച്ച ഒരു മാസം. ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബുകൾ, അവിടുത്തെ മഹത്വങ്ങള് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതുന്ന സമയത്ത് എഴുതുന്നത് കാണാം. മറ്റുള്ള സ്വഹാബിമാരിൽ നിന്നും സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വേറിട്ട് നിർത്തുന്ന ഏക സംഭവം വിശുദ്ധ ഖുർആൻ പേരു പരാമർശിച്ച സ്വഹാബി എന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഖുർആൻ മുഴുവൻ പരതി നോക്കിയാൽ, ആദ്യാവസാനം ഓതി ഖത്മു തീർത്താൽ 30 ജുസും നമ്മൾ പരതി നോക്കിയാൽ എവിടെയും ഒരൊറ്റ സ്വഹാബിയുടെ പേരും കാണാൻ കഴിയില്ല, ഈ ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ പേരൊഴികെ. ഫലമ്മാ ഖദാ സൈദും മിൻഹാ വതറാ സവ്വജ്നാകഹാ. വിശുദ്ധ ഖുർആൻ സയ്യിദ് റളിയല്ലാഹു അൻഹു സൈനബ് ബീവിയെ മൊഴി ചൊല്ലുമ്പോൾ ആ സൈനബ് ബീവി അനുഭവിക്കുന്ന മാനസിക പ്രയാസം ദൂരീകരിക്കാൻ നബിയെ, സൈനബിനെ തങ്ങൾക്ക് നമ്മൾ കല്യാണം ചെയ്തു തന്നു എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പരാമർശിക്കുകയാണ്. അപ്പൊ ഇതൊരു വലിയ സംഭവമായി വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിച്ചു എന്നതൊരു വലിയ സംഭവമായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ വിശുദ്ധ റമദാനിനെ സംബന്ധിച്ചും ഇങ്ങനെ പറഞ്ഞുകൂടെ? കാരണം വിശുദ്ധ റമദാൻ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞ് ആ റമദാനിന്റെ പേര് തന്നെ പരാമർശിച്ചിരിക്കുകയാണ്. 12 മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റമദാനിന്റെ മാത്രം പേര് ഖുർആൻ പരാമർശിച്ചു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്, ബഹുമാനമുണ്ട്. മാത്രവുമല്ല, വിശുദ്ധ റമദാനിന്റെ മഹത്വം ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ റമദാനിന്റെ മഹത്വം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നാണ്. സത്യത്തിൽ വിശുദ്ധ റമദാനിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയ അവതരണത്തിൽ ഈ വിഷയം കടന്നുവരും ഇൻഷാ അല്ലാഹ്. ഖുർആനിന്റെ മാസമാണത്രേ റമദാൻ. എന്നിട്ടോ ഇന്ന് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള കൂട്ടുകാർ ഈ ഖുർആനിന്റെ മാസത്തിൽ അവർക്ക് വിശുദ്ധ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ പരാജയമല്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ പരാജയം? ഖുർആനില്ലാത്ത റമദാൻ അത് ജീവനില്ലാത്ത ശരീരം പോലെയാണ്. സംശയിക്കണ്ട. ഖുർആനില്ലാത്ത ഒരു റമദാൻ ഉണ്ടോ? അത് ജീവനില്ലാത്ത ശരീരം പോലെയാണ്. എന്റെ ഈ ശരീരത്തിന് നിലയും വരെയും ലഭിക്കുന്നത് എന്റെ പ്രാണൻ നിലനിൽക്കുമ്പോഴാണ്. നിങ്ങളുടെയൊക്കെ ശരീരം, ആ ശരീരത്തിൽ ദേഹത്തിൽ ദേഹി നിലനിൽക്കുമ്പോൾ മാത്രമാണ് അതിന് നിലയും വിലയും ഉള്ളത്. എപ്പോഴാണോ ദേഹത്തോട് ദേഹി പിരിയുന്നത്, അതോടുകൂടെ അതിന്റെ പേര് മാറി മയ്യിത്ത് എന്ന് വിളിക്കപ്പെട്ടു, ഡെഡ് ബോഡി എന്ന് വിളിക്കപ്പെട്ടു, മലയാളത്തിൽ ശവം എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. കേൾക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് വിഷമം. നമ്മുടെ ശരീരത്തിന്റെ നിലയും വിലയും യഥാർത്ഥത്തില് നമ്മുടെ ശരീരത്തിൽ റൂഹുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനില്ലാത്ത ഒരു റമദാൻ അത് ജീവനില്ലാത്ത ശരീരം പോലെ, ഡെഡ് ബോഡി പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല.
എന്തുകൊണ്ട്? അല്ലാഹു തആല റമദാനിന്റെ മഹത്വം പരിചയപ്പെടുത്തിയത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞകാല മഹാന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗാമികളായ സഹോദരന്മാരും സഹോദരിമാരും വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തിരുന്നു, വിശിഷ്യ റമദാൻ മാസത്തിൽ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റമദാൻ മാസത്തിൽ എന്നല്ല എല്ലാ ദിവസങ്ങളിലും ഒരു ഖത്മ് പരിപൂർണമായി ഓതിയിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർക്കുക? നമുക്ക് കോലപ്പെടുക പോലും ഇല്ല, അല്ലെ? ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിലൊന്ന് കോലപ്പെടുത്തിയെടുക്കാൻ പോലും പ്രയാസപ്പെടുന്നില്ലേ? നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു മുഹാലായ അസംഭവ്യമായ കാര്യമാണോ ഈ പറഞ്ഞത്? അല്ല, നടക്കാവുന്നതാണ്. ഇമാം ഷാഫിയുടെ ഓത്തിനെ പറ്റി അത് കറാമത്തിന്റെ ഓത്ത് എന്ന് പറയണം, അത് വേറെ വിഷയം. കാരണം എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഒരു ഖത്മ് ഖുർആൻ ഓതിയത്. എല്ലാ സംഗതിയും ഒന്നും മുടങ്ങാതെയാണ് ഒരു ഖത്മ് ഖുർആൻ ഓതിയത്. അപ്പൊ അവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ത്വയ്യുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ അള്ളാഹു ചുരുട്ടിക്കൊടുക്കുക എന്ന് പറയുന്ന ഒരു മഹാഖറാമത്തില്ല എങ്കിൽ അത് സാധ്യമല്ല. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഒന്ന് നിർബന്ധ ബുദ്ധിയോടെ ഒരു ദിവസം അങ്ങ് ഇരുന്നാൽ ഒരു ഖത്മ് തീർക്കാൻ കഴിയൂലേ? കഴിയും. ഞാൻ ഇപ്പോ ഒരു 4 ദിവസം മുമ്പ് ഒരു സദസ്സിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഒരു വാശിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർക്കണം എന്ന് കരുതി ഞാൻ അങ്ങ് ഇരുന്നു, തീർത്തു. സാധിക്കും, അങ്ങനെ ഇരുന്നാൽ തീരുന്നുള്ള കാര്യം ഉറപ്പാ. 30 മിനിറ്റാണ് ഒരു ജുസ് ഓതാൻ വേണ്ടത്. അപ്പൊ 15 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ് തീർക്കാലോ. 24 മണിക്കൂറില്ലേ ദിവസത്തിൽ? അപ്പൊ അങ്ങനെ ഇരുന്നാൽ അദ്ദേഹം പറഞ്ഞു വേറെ ഒരു പരിപാടിയില്ല, ഖുർആനോത്ത് തന്നെ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞിരുന്നു. ആവറേജ് 30 മിനിറ്റിനുള്ളിൽ ഞാൻ ഓരോ ജുസ്ഉകൾ ഓതി തീർത്തു. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റമദാനിൽ ദിനംപ്രതി 2 ഖത്മുകൾ തീർത്തിരുന്നു. എന്തേ റമദാനിൽ മാത്രം 2 ഖത്മുകൾ തീർത്തത്? റമദാൻ വിശുദ്ധ ഖുർആനിന്റെ വാർഷികാഘോഷമാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ കൂടുതൽ ഖുർആൻ ഓതണം. അപ്പൊ നമ്മളൊക്കെ സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുന്നതിലും ഒരല്പം മെച്ചപ്പെടുത്തിയിട്ട് ഖുർആൻ ഓതേണ്ട ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും സുവ്യക്ത പാഠങ്ങളായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമദാൻ. ഈ റമദാനിൽ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ഈ വിശുദ്ധ മാസത്തെ നിങ്ങൾക്കാർക്കെങ്കിലും അഭിമുഖീകരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, നിങ്ങൾ ആരെങ്കിലും ഈ മാസത്തെ മീറ്റു ചെയ്യുകയാണെങ്കിൽ ഫല്യസും, ആ മാസം അവൻ വ്രതമെടുത്തുകൊള്ളട്ടെ, നോമ്പ് നോറ്റുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ നിർബന്ധ ഭാഷയിൽ സംസാരിച്ചു. ഈ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല കഴിവുള്ളവർക്കും വേണമെങ്കിൽ നോൽക്കാനും നോൽക്കാതിരിക്കാനും ഒക്കെ ചെറിയ ഒരു ഇളവ് വെച്ചുകൊണ്ടായിരുന്നു നോമ്പിന്റെ കാര്യം പാസാക്കിയിരുന്നത്. അങ്ങനെയായിരുന്നു പാസാക്കിയിരുന്നത്. വേണമെങ്കിൽ ഫിദിയ കൊടുത്ത് അവർക്കും വേണമെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഈ ആയത്തിറങ്ങിയതോടുകൂടെ ഇനി നോമ്പ് നോൽക്കലല്ലാതെ കഴിവുള്ളവരുടെ മുമ്പിൽ ഒരു മാർഗവും. അതേസമയം രോഗികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും. അവരൊക്കെ എത്ര ദിവസമാണോ രോഗത്തിന്റെ പേരിൽ, യാത്രയുടെ പേരിൽ അവർക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ അത്രയും ദിവസം അവർ എണ്ണി ഖദാ വീട്ടിക്കൊള്ളട്ടെ. 5 ദിവസത്തെ നോമ്പാണ് രോഗത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടതെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ടത് ഖദാ വീട്ടണം.
6 ദിവസത്തെ നോമ്പാണ് യാത്രയുടെ പേരിൽ അവന് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ റമദാൻ കഴിഞ്ഞതിന്റെ ശേഷം അത് എണ്ണി ഖദാ വീട്ടണം. എത്രയാ ഉള്ളതെങ്കിൽ അത്ര. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. മറ്റു ദിനങ്ങളിൽ നിന്നും എത്രയാണോ നഷ്ടപ്പെട്ടത് അത്രയും എണ്ണം അവർ ഖദാ വീട്ടിക്കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. കൂട്ടത്തിൽ ഒരൊറ്റ കാര്യം, ആ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ പറയുമ്പോൾ ഒരു മസ്അല കൂട്ടത്തിൽ ഞാൻ പറയാം. അതെന്തിനാന്ന് ചോദിച്ചാൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. യാത്രക്കാർക്കും രോഗികൾക്കും നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അനുവദിക്കപ്പെടാത്ത രൂപത്തിൽ തന്നെ യാത്രയിൽ നോമ്പ് മുറിക്കുന്ന പലരെയും കാണാം. യാത്രക്കാരന് നോമ്പ് നോൽക്കൽ നിർബന്ധമല്ല, എന്നാലും നോമ്പ് നോൽക്കലാ നല്ലത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ജമ്മു കസ്റു ആക്കാനുള്ള ദൂരമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവൻ ജമ്മു കസ്റു ആക്കലാ നല്ലത്, ചുരുക്കി നിസ്കരിക്കലാ നല്ലത്, പൂർണ്ണമാക്കി നിസ്കരിക്കലല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് അള്ളാഹു അവന് കൊടുത്ത ഒരു ഇളവാണ്. അള്ളാഹു തന്നെ പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഈ ആയത്ത് കഴിഞ്ഞാൽ തൊട്ടു പിറകിൽ പറയുന്നത് അള്ളാഹു നിങ്ങളെ ഞെരുക്കണം എന്ന് അള്ളാഹുവിന് ലക്ഷ്യമില്ല. നിങ്ങൾക്ക് എളുപ്പമായ വഴികൾ മാത്രമാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ കുവൈത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം, ആദ്യമായിട്ട് ഗൾഫ് യാത്ര നടത്തിയത് കുവൈത്തിലേക്കാണ്. അതുകൊണ്ട് ഇത് ഇന്നും മറക്കാത്ത ഒരു ഓർമ്മയായി നിലനിൽക്കുകയാണ്. കാരണം അന്ന് വിമാനയാത്ര ഒരു ആദ്യാനുഭവമാണ്. അപ്പൊ ഇപ്പോഴും അത് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഗൾഫിലേക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ഞാൻ കാണുന്നത്, വിമാനത്തിനകത്തു നിന്ന് ഞങ്ങൾ 8 മണിക്കാണ് വിമാനം കയറുന്നത്. എന്നിട്ട് വിമാനത്തിനകത്ത് വെച്ച് വിതരണം ചെയ്യുന്ന ഭക്ഷണം ഉഷാറായിട്ട് കഴിക്കുക. എല്ലാരും കഴിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്ത് പരിപാടിയാണ്? പരിശുദ്ധ റമദാനില് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, 2 മർഹലയിലധികം ദീർഘമുള്ള യാത്രയിൽ എന്തേ നോമ്പ് ഉപേക്ഷിക്കുന്നതിന് അനുവാദമില്ലേ? ഇതാണ് ചോദ്യം. യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞത് ശരിയാകണമെങ്കിൽ, ആ ഇളവ് നിങ്ങൾക്ക് അനുവദിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങിയിരിക്കണം. ഇത് 8 മണിക്കാ യാത്ര തുടങ്ങുന്നത്, എന്നിട്ടാണ് നോമ്പ് മുറിക്കുന്നത്. സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങി. തൊട്ടപ്പുറത്തുള്ള സീറ്റിൽ നിന്ന് അയാൾ വലിയ താടി വെച്ചിട്ടുണ്ട്. അയാളുടെ താടി കണ്ടപ്പോ തന്നെ ഒരു സുഖം തോന്നിയില്ല. അയാൾ ചോദിച്ചു, സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങി, അത് ഖുർആനിൽ എവിടെയാ പറഞ്ഞത്? ഇയാളുടെ അടുത്ത ചോദ്യമാണ്, ഖുർആനിൽ എവിടെയാ പറഞ്ഞത് സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങണം? മുസ്ലിയാരെ, ഇത് ഫിഖ്ഹിന്റെ നൂലാമാലകളിൽ കുടുങ്ങിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ദുരന്തം വന്നത്? അദ്ദേഹം ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഖുർആൻ യാത്രക്കാരന് നോമ്പ് നിൽക്കേണ്ടതില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഇത്രയല്ലേ ഖുർആൻ പറഞ്ഞുള്ളൂ. ഇത് പറഞ്ഞിട്ട് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുതിര കയറി, അല്ലേ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കൊച്ചാക്കാണ് ഇയാള്. ഷാഫി ഇമാമാണ് ഈ മസ്അല പറഞ്ഞത്. അപ്പൊ മദ്ഹബുകൾ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം ഗവേഷണമല്ലേ? എവിടെയാണ് ഖുർആനിൽ ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളിയതിന്റെ, ഇമാമിങ്ങളെ പണ്ഡിതന്മാരെ തള്ളിയതിന്റെ ഒന്നാം ദുരന്തമാണ് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ വാക്കിലൂടെ ഈ കാണുന്ന ജനങ്ങളൊക്കെ കേട്ടത്. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? ഖുർആനിൽ എവിടെയാണ്? വമൻ കാന മരീളൻ, ഒരാൾ രോഗിയാണെങ്കിൽ അതേ ഭാഷയിൽ ഖുർആൻ പറയുകയാണെങ്കിൽ ഔ മുസാഫിറൻ എന്നല്ലേ സുഹൃത്തെ പറയേണ്ടത്? വമൻ കാന മരീളൻ ഔ മുസാഫിറൻ, ഒരാൾ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ, ഏതൊരാൾക്കും തിരികെ യാത്രക്കാരൻ എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാന്ന് വെച്ചാൽ മുസാഫിർ. എത്ര ലളിതാണ് ആ ഭാഷ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് വമൻ കാന മരീളൻ ഔ അലാ സഫർ, ഔ അലാ സഫർ. എന്തിനാണ് അല്ലാഹു തആല ഔ അലാ സഫർ എന്ന് പറഞ്ഞത്?
ഈ സംഭവം ഇന്നും ഇന്നലെയും അല്ല, കുറെ മുമ്പാണ്. ഒരു 10-16 കൊല്ലത്തെ പഴക്കമുണ്ടാകുന്നതിന്. പക്ഷെ ഞാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാനത് ഓർക്കുന്നു ആ സംഭവം. ഞാൻ ചോദിച്ചു, സുഹൃത്തെ, എന്തിനാണ് അല്ലാഹു ഔ അലാ സഫർ എന്ന് പറഞ്ഞത്? ഔ മുസാഫിർ എന്ന് പറയുകയാണെങ്കിൽ എത്ര ലളിതായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെന്തിനാ? ഞാൻ പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മസ്അല പറഞ്ഞത് മാനത്തേക്ക് നോക്കിയിട്ടല്ല, കിതാബിലേക്ക് നോക്കിയിട്ടാണ്, ഖുർആനിലേക്ക് നോക്കിയിട്ടാണ്, ഹദീസിലേക്ക് നോക്കിയിട്ടാണ്. ഖുർആൻ മരീലൻ എന്ന് പറഞ്ഞ ലാഘവത്തിൽ മുസാഫിറൻ എന്ന് പറഞ്ഞില്ല. ഔ അലാ സഫർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഔ അലാ സഫർ, നോമ്പ് സമയത്ത് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ അപ്പൊ നേരത്തെ തുടങ്ങിയിരിക്കണം യാത്ര. അപ്പോഴാണ് അലാ സഫർ, യാത്ര തുടരുന്നവനാണ്. ഇത് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടില്ലേ, അത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ഒരബദ്ധാണ് ഇത് എന്ന് ഞാൻ പറയാൻ കാരണം, ഇതുപോലെ എത്ര അബദ്ധാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു മസ്അല പറഞ്ഞാൽ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാറില്ലേ നിങ്ങൾ എന്ന് ഞാൻ അദ്ദേഹത്തോട് അടുത്ത ചോദിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു മസ്അല പറഞ്ഞാൽ അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കും. എത്ര വലിയ ധിക്കാരമാണത്. കാരണം സ്വഹീഹുൽ ബുഖാരിയുടെ കർത്താവായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലും ഇങ്ങനെ ചോദിക്കൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടെന്താ? ഇമാം ബുഖാരി വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ പ്രാവീണ്യം തെളിയിച്ചു. 100 ആലിമീങ്ങൾ പരിശോധിക്കാൻ വന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഹദീസ് വിജ്ഞാനത്തിൽ ഞാനൊരു ആൺകുട്ടിയാണെന്ന് തെളിയിച്ച മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ഇമാം ബുഖാരി പറയുന്നു, സംഗതി ഞാൻ വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. പക്ഷേ നിസ്കരിക്കേണ്ടത് എങ്ങനെയാ, നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെയാ, സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാ, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഞാൻ സ്വന്തം അതിൽ അഭിപ്രായങ്ങൾ പറയുകയില്ല. മുത്തുനബി ഇന്നതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ പറയും ഹദീസ്. പക്ഷേ ഒരു വിഷയത്തിൽ ഇന്ന രൂപത്തിൽ ചെയ്യണമെന്ന ഫിഖ്ഹിന്റെ മസ്അല അത് ഞാൻ പറയൂല. മറിച്ച് എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, ഇതെനിക്ക് പഠിപ്പിച്ചു തരേണ്ടത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞ് ഷാഫിഈ മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത് അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിതം നയിച്ച മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. സാധാരണക്കാർക്ക് ഇപ്പൊ ഇതൊന്നും അറിയില്ല. അവരോട് ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയുമ്പോ ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞു, ശരി തന്നെയാണ്, അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന കേട്ടാ തോന്നിപ്പോകും ഈ ബുഖാരി ഇമാം ഷാഫി ഇമാമിന്റെ ഒക്കെ എത്രയോ മുമ്പുള്ള ആളാണ്. ആളുകൾക്ക് അങ്ങനെയാ തോന്നിപ്പോകുക. ഈ ചരിത്രമൊന്നും അറിയാത്ത ആളുകൾക്ക് അങ്ങനെയാ തോന്നിപ്പോകുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബുകാരനാണ്. ഇമാം ബുഖാരിക്ക് പോലും ഇല്ലാത്ത ഈ ഒരു ധിക്കാരം അല്ലേ ഞാൻ പറയുന്നത്. അറിവ് കൊണ്ട് പറയാൻ അവകാശമുണ്ട് ഇമാം ബുഖാരിക്ക്, പക്ഷെ ഇമാം ബുഖാരിക്ക് അത് പറയാൻ തോന്നിയിട്ടില്ല. എന്നിട്ട് 1-2 ഹദീസുകളുടെ തുണ്ടം പഠിച്ച് ഞാൻ ഗവേഷകനാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവനെ അംഗീകരിക്കാൻ പ്രയാസമാണ്. അദ്ദേഹത്തോട് ഞാൻ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് കൂട്ടത്തിൽ ഒരു മസ്അല പറഞ്ഞതാണ്. നോമ്പ് നിർബന്ധമാകാതിരിക്കണമെങ്കിൽ യാത്രക്കാരൻ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് പഠിച്ചു വെക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം ഇത് എനിക്കും നിങ്ങൾക്കും നിർബന്ധമാണ്. ഇതേക്കുറിച്ച് ഇന്ന് നമ്മുടെ മുമ്പിൽ പറയണം, ഉത്ബോധിപ്പിക്കപ്പെടണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം? എല്ലാവരും നോമ്പ് നോൽക്കുന്നവരാണ്. ആർക്കാ നോമ്പില്ലാത്തതില്ല? നോമ്പില്ലാത്തവരാരുമില്ല. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്കറിയാം, ഞാനൊക്കെ ഓതാൻ പോകുന്ന ആ കാലത്ത്, പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന കാലത്ത് എന്റെയൊക്കെ പ്രദേശത്ത് പ്രാദേശികമായി റമദാൻ സ്പെഷ്യൽ ഹോട്ടലുകൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, എന്റെ നാട്ടിലൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഉള്ളത് പറയാലോ. ഏതെങ്കിലും ഒരു ഹൈന്ദവ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കും ഈ ഹോട്ടലിന്റെ ഓണർമാര്. നല്ലൊരു ടെന്റ് വെച്ച് കെട്ടിയിട്ട് അതില് ശാപ്പാടുണ്ടാക്കലാണ് പതിവ്. എന്നിട്ട് ഉച്ചക്കും 10 മണിക്കും ഒക്കെ ഇതിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കലാരാ? അവിടുത്തെ മാപ്പിളാരാ.
പരിശുദ്ധ റമദാനിനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ വഷളാക്കി കാണിക്കുക. ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു ദുർഗതി ഇന്ന് എന്റെ മുമ്പിലിരുന്ന് പ്രഭാഷണം കേൾക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാർക്കുണ്ടാകും. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, അവരുടെ മദ്ഹ് നമുക്ക് പറയണം, ഇത് അവരുടെ മോശമായിരുന്നു. അത് പറയുന്നതോടൊപ്പം പറയാണ്, ഇന്ന് നമ്മുടെ ഒരൊറ്റ കുട്ടികളും ചെറുപ്പക്കാര് പോലും നോമ്പനുഷ്ഠിക്കാത്തവരാരുമില്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്ന ജോലിക്കാര് വരെ, എല്ലുമുറിയെ പണിയെടുക്കുന്ന ജോലിക്കാര് വരെ 6 മണിക്ക് മുമ്പ് സൈറ്റിലെത്തി 10 മണിയാകുമ്പോഴേക്ക് വെയില് ചൂട് പിടിക്കുമ്പോഴേക്ക് ജോലിയിൽ നിന്ന് കയറുന്നു. എന്നിട്ട് പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, തുടർന്ന് നോമ്പ് പൂർത്തീകരിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാനാകുന്നുണ്ട്. ഇത് സന്തോഷമുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് ഇന്നിപ്പോ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ടൊരു വയലിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും നോമ്പുണ്ട് നമ്മുടെ പൊതുവീക്ഷണത്തിൽ. പക്ഷേ അന്ന് നോമ്പ് നോൽക്കാൻ മടിച്ചിരുന്ന ആ ഉപ്പമാര് ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഇത്ര പ്രയാസപ്പെട്ട് നോമ്പെടുക്കുന്ന ഈ ഉമ്മത്തിന്റെ മക്കൾക്ക് ചെയ്യാൻ ഒരു ഉളുപ്പുമില്ല. അവിടെയാണ് എന്ന് പറഞ്ഞാൽ ജഡവൽക്കരിക്കപ്പെട്ട നോമ്പുണ്ട്. ആത്മാവില്ലാത്ത നോമ്പ് കൊണ്ട് എന്ത് കാര്യം? ആത്മാവില്ലാത്ത നോമ്പാകരുത് നമ്മുടെ നോമ്പ്. ആത്മാവുള്ള നോമ്പനുഷ്ഠിക്കാൻ കഴിയണം. ആത്മാവുള്ള നോമ്പനുഷ്ഠിക്കാൻ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിന്റെ തൊട്ടു തലേനാള് ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് നടത്തിയ 1.5 പേജ് നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രഭാഷണമുണ്ട്. പരിശുദ്ധ റമദാനിനെ കുറിച്ചാണ് ആ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഞാൻ ഇന്നും നാളെയും മറ്റന്നാളുമായി റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, ഇത്ഖിന്റെ 10 എന്ന് പറഞ്ഞ് 3 വിഷയങ്ങളിലൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കേൾപ്പിക്കുന്നത്. ഹദീസാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതിലെ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ വിശുദ്ധ മാസം അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ഈ മാസത്തെ 3ആയി ഭാഗിക്കുക എങ്കിൽ ഇതിന്റെ 1-ാം ഭാഗം അഥവാ ആദ്യത്തെ 10 ദിവസങ്ങൾ റഹ്മത്തുൻ, അത് കാരുണ്യത്തിന്റെ 10ആണ്. വഔസതുഹു മഗ്ഫിറ, നടുവിലെ 10 പാപമോചനത്തിന്റെ 10ആണ്. വആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 നരകമോചനത്തിന്റെ ദിനരാത്രങ്ങൾ അടങ്ങുന്ന 10 ആകുന്നു. 3 ദിവസവും ചർച്ച ചെയ്യുന്നത് ഈ വിഷയം. ഇന്ന് പറയുന്നത് റഹ്മത്തിന്റെ 10. ഇപ്പൊ നമ്മൾ നിലവിലുള്ളത് റഹ്മത്തിന്റെ 10ലാ. പകുതി കഴിഞ്ഞു. റഹ്മത്തിന്റെ 10 പകുതി കഴിഞ്ഞു. 5 നോമ്പ് കഴിഞ്ഞു. ഇനി ഒരു 5 എണ്ണവും കൂടെ കിട്ടും. എന്തിനാണ് അല്ലാഹു തആല പുണ്യ റമദാനില് ഇങ്ങനെ ആദ്യത്തെ ഒരു 10 ദിവസങ്ങൾ അല്ലാഹു നൽകിയത്? റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ. റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ. സത്യത്തിൽ അല്ലാഹു തആല വിശുദ്ധ റമദാനിലെ നോമ്പ് തന്നെ നിർബന്ധമാക്കിയത് എന്തിനാണെന്നറിയോ? ദുരിതവും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിണി പാവങ്ങളോട് അനുകമ്പയും സഹതാപവും നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുമാർ വിധത്തില് നമ്മെ പാകപ്പെടുത്തിയെടുക്കാനാണ് വിശുദ്ധ റമദാനിലെ നോമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും നിർബന്ധമാക്കി. എച്ചിലുകൾക്ക് വേണ്ടി തെരുവു പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുന്നത് പോലെ, മൽപിടുത്തം നടത്തുന്നത് പോലെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജനങ്ങൾ ഉപേക്ഷിക്കുന്ന എച്ചിലുകൾക്ക് വേണ്ടി തമ്മിൽ തല്ലുന്ന നാട്ടുകാർ ഇന്നുമുണ്ട് എന്നത് സത്യമാണ്.
നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, സുഭിക്ഷമായി ആഹാരം കഴിക്കുമ്പോൾ, നല്ല രൂപത്തിൽ അല്ലാഹു തആല വെള്ളം തരുമ്പോൾ, നല്ല രൂപത്തിൽ ഉടുക്കാനുള്ള മുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ വില അറിയുന്നില്ല. സത്യത്തിൽ മനസ്സിലാക്കണം, ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ ഇന്നും ഭൂമി ലോകത്തുണ്ട്. അവരെ ഓർക്കാൻ അത് മറ്റു രാഷ്ട്രങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഒന്നും പോകേണ്ടതില്ല. നമ്മളെപ്പോലെ സുഭിക്ഷമായി എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നവരല്ല. നമ്മുടെ നാട്ടിലുള്ള പല പാവങ്ങളും ഞെരുക്കമുണ്ട്. അവരുടെ വീട്ടില് അവരുടെ കുടുംബാന്തരീക്ഷം അതിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പലരും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവരോട് നമുക്ക് സഹതാപവും അനുകമ്പയും തോന്നണോ? പട്ടിണിയുടെ പ്രയാസം എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതറിയുമ്പോഴാണ് പാവപ്പെട്ടവനെ സഹായിക്കണം എന്ന മനസ്സ് നമുക്ക് വരുന്നത്. ഇതെപ്പോഴാ നമുക്ക് വരുന്നത്? അപ്പോൾ മാത്രമേ ലക്ഷ്യം നേടിയ നോമ്പായി എന്റെയും നിങ്ങളുടെയും നോമ്പ് മാറൂ. ലക്ഷ്യം നേടിയ നോമ്പായി മാറണമെങ്കിൽ പട്ടിണി പാവങ്ങളെ സഹായിക്കാൻ തയ്യാറാവണം. അതിന് എത്ര അവസരാണ് പരിശുദ്ധ റമദാൻ മുന്നോട്ട് വെക്കുന്നത്. എത്ര അവസരാണ് പരിശുദ്ധ റമദാൻ മുന്നോട്ട് വെക്കുന്നത്. നോമ്പ് തുറ നൽകുന്ന സന്ദേശം ഇതാണ്: പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. കഴിഞ്ഞില്ല, റമദാൻ മാസമാകുമ്പം അതാ സർവ സാന്ത്വന പ്രവർത്തനങ്ങൾ മുഴുവനും സജീവമാവുകയാണ്. അതേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അന്ന് ശഅബാനിന്റെ അവസാന ദിവസം, റമദാനിന്റെ തൊട്ടുതലേന്ന് മുത്തുനബി ആളുകളെ മുഴുവനും വിളിച്ചു ചേർത്ത് നടത്തിയ ആ സുദീർഘമായ പ്രഭാഷണത്തിൽ റമദാനിനെ കുറിച്ച് നബി തങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞതാണ് ശഹ്റുസ് സബ്രി, റമദാൻ ക്ഷമയുടെ മാസമാണ്. മറ്റു 11 മാസങ്ങളിൽ തിന്നതുപോലെ തിന്നാൻ പറ്റില്ല. മറ്റു 11 മാസങ്ങളിൽ കുടിച്ചതുപോലെ കുടിക്കാൻ പറ്റില്ല. മറ്റു 11 മാസങ്ങളിൽ അവനവന്റെ കുടുംബവുമായി ജീവിച്ച ശൈലിയല്ല റമദാനിന്റെ പകലുകളിൽ വേണ്ടത്. മറ്റു 11 മാസങ്ങളിൽ അവന്റെ നാക്കുകൊണ്ട് വഷളത്തരങ്ങളൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്നാൽ ആ മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ കടുത്ത വിലക്കും വിരോധവുമാണ് റമദാൻ മാസത്തിൽ നാക്കിനുള്ളത്. അനുവദിക്കാത്ത ഒന്നും നീ പറഞ്ഞു പോകരുത്. നാക്കിന് കനത്ത നിയന്ത്രണമാണ് പരിശുദ്ധ റമദാൻ ഏർപ്പെടുത്തുന്നത്. റമദാൻ ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. അപ്പോൾ ക്ഷമിച്ച് ജീവനുള്ള നോമ്പ് നോറ്റ് ആരാണോ റമദാനിനെ സജീവമാക്കിയത് അവന് കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് മുഹമ്മദുൽ മുസ്തഫ. ഇത് പറഞ്ഞിട്ട് തൊട്ടുപിറകിൽ പറയാണ്, ഞാൻ അത് പറയാനത് പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണത്തിന്റെ ഭാഗമാണ് ഈ വാക്ക് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി അതിന്റെ തൊട്ടു മുമ്പിൽ നിന്ന് വായിച്ചുനേ ഉള്ളൂ. ശഹ്റുസ് സബ്രി വസ്സബ്റു സവാബുൽ ജന്ന വശഹ്റുൽ മുവാസാത്ത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വശഹ്റുൽ മുവാസാത്ത്. സാന്ത്വനത്തിന്റെ മാസമാണ് റമദാൻ. ഹബീബായ റസൂലുള്ളാഹി പാവങ്ങളെ ആശ്വസിപ്പിക്കേണ്ട മാസമാണ് റമദാൻ. നബി തങ്ങൾ പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂനിവാസികളോട് കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തിന്റെ അധിപനായ കരുണാമയനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും. അല്ലാഹുവിന്റെ റഹ്മത്ത്, ഈ റഹ്മത്തിന്റെ 10 ചോദിച്ചു വാങ്ങുന്നു നമ്മൾ, അല്ലേ? ഈ റഹ്മത്തിന്റെ 10 5 ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. കരുണക്കടലായ റബ്ബേ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ഇതിന്റെ അർത്ഥം. കരുണക്കടലായ റബ്ബേ എന്നെ അനുഗ്രഹിക്കണേ. ഈ പ്രാർത്ഥന ഞാനും നിങ്ങളും അല്ലാഹുവിനോട് നടത്തുമ്പം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ,
അള്ളാന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ നമ്മൾ പഠിക്കണം. അള്ളാന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി പറഞ്ഞു, അത് വെറുതെ ചോദിക്കുമ്പോഴേക്ക് കിട്ടാനുള്ളതല്ല, ചോദിക്കുമ്പോഴേക്ക് അല്ലാഹുവിന് തരാന്നല്ല. കാരണം റമളാനിനെ കുറിച്ച് തന്നെ ഞാനിപ്പോ ഓതി വെച്ച ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ആയത്ത് കഴിഞ്ഞാൽ തൊട്ട് പിറകിലുള്ള ആയത്ത് ഏതാ? 184ാമത്തെ ആയത്ത് കഴിഞ്ഞു 185ാമത്തെ ആയത്ത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫലസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എത്ര നല്ല സന്ദേശമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നത് നോമ്പിനെ കുറിച്ചാണ്. മുമ്പിലും പിമ്പിലും ചർച്ച നോമ്പാണ്. മുമ്പിൽ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് നോമ്പാണല്ലോ. അത് കഴിഞ്ഞിട്ട് ശേഷം വഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി റഫസു ഇലാ നിസായിക്കും, അതും നോമ്പാ. അതിന്റെ ഇടയിൽ 184 186 ആയത്തുകൾ നോമ്പായപ്പോ അതിന്റെ ഇടയിൽ ഒരു ആയത്ത്, ദുആഇന്റെ ആയത്ത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ബഖറ ഈ ഭാഗം പാരായണം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നോമ്പിനിടയിൽ ദുആഇന്റെ ആയത്ത് കടന്നു വന്നത്? ദുആഇന്റെ ആയത്താണ് നോമ്പിന്റെ ഇടയിൽ കയറി വന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ നബിയെ തങ്ങളോട് വന്ന് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ രക്ഷിതാവിനെ സ്രഷ്ടാവിനെ പ്രാപിക്കുക, റബ്ബിനെ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവനും ഞങ്ങളും തമ്മിൽ എത്ര അകലമുണ്ട്? ഞങ്ങളൊന്നും വിളിച്ചു പ്രാർത്ഥിച്ചാൽ കിട്ടാത്തവനാണോ റബ്ബ്? ഞങ്ങൾ എത്ര കരഞ്ഞു പറഞ്ഞാൽ ആ റബ്ബ് കേൾക്കുക? റബ്ബിലേക്കും ഞങ്ങളിൽ നിന്ന് റബ്ബിലേക്കുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചവര് വന്നാൽ നബിയെ തങ്ങൾ പറയണം, ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. ആ ചോദ്യം വരുമ്പോഴേക്ക് തങ്ങൾ പറഞ്ഞോളണം, ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, ഞാൻ അടിമകളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. മനുഷ്യർക്ക് എന്നെ പ്രാപിക്കുക എന്നുള്ളത് നിഷ്പ്രയാസം സാധിക്കും. അത് ക്ഷിപ്രസാധ്യമാണ്. അതത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവരെ കണ്ടും കേട്ടും ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകാൻ റെഡിയാണ്. നബി പറയുന്നു, ഈ 10 റഹ്മത്തിന്റെ 10 സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ കൊല്ലവും നടന്ന ഒരു വിവാദം ഞാൻ ഓർക്കുന്നു. റഹ്മത്തിന്റെ 10 നമ്മൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് അധികരിപ്പിച്ച് ചൊല്ലാറുണ്ട്. ധാരാളം തവണ നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കും. അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തലതിരിഞ്ഞ ചങ്ങാതി ചോദിച്ചത്രേ, അള്ളാഹുവിന്റെ റസൂല് ഒന്നാമത്തെ 10 കാരുണ്യത്തിന്റെ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്, റഹ്മത്തിന്റെ 10. പക്ഷെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ദിക്ർ എല്ലാം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? നോക്ക് നിങ്ങൾ, എന്തൊരു വിവരദോഷം ഇതേ കുറിച്ച് പറയേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു ഒന്നാമത്തെ 10 കാരുണ്യത്തിന്റെ 10. പക്ഷേ അതിൽ കാരുണ്യം ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ ചോദിക്കുന്നു? ബുദ്ധിയുള്ള മനുഷ്യന്മാർ കാരുണ്യത്തിന്റെ 10 എന്ന് പറയുമ്പോൾ നിരന്തരമായി നിങ്ങൾ അള്ളാഹുവിനോട് അവന്റെ റഹ്മത്ത് ചോദിക്കണം എന്ന് അള്ളാഹു മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞതുകൊണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ചതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സുവർണാവസരങ്ങൾ അവർ ചോദിക്കാതിരിക്കൂല. ഇത്തരം ആളുകൾ ഈ മർമ്മം നോക്കിയിട്ട് ഇവർക്കൊരു ഇബാദത്തും ചെയ്യാൻ കഴിയില്ല. മഹാദുർഭഗർ, ഭാഗ്യം കെട്ടവർ എന്നല്ലാതെ എന്താ ഇവരെ പറ്റി? അള്ളാഹുവിന്റെ റസൂല് ഇത് റഹ്മത്തിന്റെ 10 എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയല്ലേ റഹ്മത്ത് ചോദിക്കേണ്ടത്? എപ്പോഴും ചോദിക്കേണ്ടതാ റഹ്മത്ത്. അപ്പൊ അവിടെ തന്നെയല്ലേ റഹ്മത്ത് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോട് അവന്റെ റഹ്മത്ത് ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണോ ഒരു മുസ്ലിം പഠിച്ചു വെക്കേണ്ടത്?
എപ്പോഴും ചോദിക്കാം. പക്ഷെ റഹ്മത്തിന്റെ 10 എന്ന് വിശേഷിപ്പിച്ച ആ 10 കൂടുതൽ ചോദിക്കുന്നുള്ളത് വിശ്വാസിയുടെ ബുദ്ധിയുടെ ലക്ഷണമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പറഞ്ഞു വരുന്നത് അല്ലാഹ് പറയുന്നു, ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്നോട് ഒന്ന് ചോദിച്ചാൽ മതി, ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ കൊടുക്കാൻ റെഡിയല്ലേ. എന്നോട് പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാൻ റെഡിയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആ വാക്കിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അല്ലാഹ് പറഞ്ഞു, ദ്വാരന്നാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ, ഞാൻ ഈ റമദാൻ വന്നിട്ട് എത്ര തവണ പറഞ്ഞു, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. പടച്ചോന്റെ റഹ്മത്ത് എത്ര വിശാലാണ്. റഹ്മത്തിന്റെ കവാടം ചെറുതായൊന്ന് തുറന്ന് എനിക്ക് ഒരു ചെറിയ പൊട്ട് റഹ്മത്ത് പടച്ചോൻ തന്നാൽ എന്റെ ലക്ഷക്കണക്കിന് രൂപ കടം വീടാൻ വല്ല പ്രയാസമുണ്ടോ? തലചായിക്കാൻ ഒരു വീടില്ലാത്തത് പരിഹരിക്കാൻ അല്ലാഹ്ക്ക് വല്ല പ്രയാസമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തത് പരിഹരിച്ച് നല്ല ഒരു ജോലി തരാൻ അല്ലാഹ്ക്ക് വല്ല പ്രയാസവുമുണ്ടോ? ഞാൻ എത്ര ദ്വാരന്നു ഉസ്താദേ. കഴിഞ്ഞ റമദാനിൽ 1-ാമത്തെ 10 മുഴുവനും ദ്വാരന്നു. ഈ റമദാനിൽ പകുതി ദിവസം ദ്വാരന്നു. എവിടെയാ റഹ്മത്ത്? ഞാൻ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ പറഞ്ഞില്ലേ? അല്ലാഹ് പറഞ്ഞു, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ചോദിക്കേണ്ട താമസേ ഉള്ളൂ, ചോദിക്കുമ്പോഴേക്ക് ഞാൻ കൊടുക്കും. പക്ഷേ അല്ലാഹ് അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? തൊട്ടടുത്ത് ഫല്ലസ്തജീബൂലി, ഫല്ലസ്തജീബൂലി. ചോദിക്കുമ്പോഴേക്ക് അവർക്ക് ഞാൻ കൊടുക്കണോ? എങ്കിൽ അവരെനിക്കുത്തരം ചെയ്തു കൊള്ളട്ടെ. ഖുർആൻ പറയാൻ, എന്നോട് ചോദിക്കുമ്പോഴേക്ക് പടച്ചവനെ എന്റെ മകളെ കെട്ടിച്ചു തരണം എന്ന് പറയുമ്പോഴേക്ക് ഞാൻ അത് നിർവഹിച്ചു കൊടുക്കും. എനിക്ക് വീട് നൽകണം എന്ന് പറയുമ്പോഴേക്ക് ഞാൻ അത് കൊടുക്കും. ലക്ഷങ്ങൾ കടമുണ്ട് വീട്ടിൽ തരണം എന്ന് പറയുമ്പോ അയാൾ ചിന്തിക്കാത്ത രൂപത്തിൽ ഞാൻ അത് വീട്ടിൽ കൊടുക്കും. ചോദിച്ചാ മതി, ഞാൻ കൊടുക്കും. പക്ഷേ ഫല്ലസ്തജീബൂലി, അവര് ആദ്യം എനിക്കുത്തരം ചെയ്തു കൊള്ളട്ടെ. അല്ലാഹു, ഞാൻ പറഞ്ഞത് അവര് കേൾക്കുകയാണെങ്കിൽ അവര് പറഞ്ഞത് ഞാനും കേൾക്കും. അതാണ് ശൈലി. ഞാൻ പറഞ്ഞത് ആദ്യം അവര് കേൾക്കണം, എന്നിട്ട് അവരെന്നോടൊരു കാര്യം പറയട്ടെ, ഞാൻ കേൾക്കാൻ റെഡിയാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര സംഭവങ്ങൾ നിരത്താനുണ്ട് ഇതിനൊക്കെ. അല്ലാഹ് നമ്മളോട് പറഞ്ഞത് ചെയ്യാതെ നമ്മൾ അല്ലാഹുവിനോട് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് 24 മണിക്കൂർ ദ്വാരന്നിട്ട് കാര്യമുണ്ടോ? നിസ്കരിച്ചിട്ടില്ല. ഒരുപാട് നിസ്കാരങ്ങൾ ഖദാ ആണ്. ഒരുപാട് നോമ്പുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിൽ ഒരു കണക്ഷനുമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പറയാണ്, എന്താണെന്നറിയില്ല, ഞാൻ കുറെ ദുആയിരുന്നു, എനിക്ക് ഉത്തരല്ല. അല്ലാഹ് നിന്നോട് പറഞ്ഞു നിസ്കരിക്കണം, അല്ലാഹ് നിന്നോട് പറഞ്ഞു നോമ്പ് നോൽക്കണം, അല്ലാഹു നിന്നോട് പറഞ്ഞു ഖുർആൻ ഓതണം, അല്ലാഹു നിന്നോട് പറഞ്ഞു ഭൂനിവാസികൾക്ക് നീ അനുഗ്രഹം ചെയ്യണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഞെരുക്കവും പ്രയാസവും ഉള്ളവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. അവർക്ക് നിങ്ങൾ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. അവരോട് നിങ്ങൾ കരുണ കാണിക്കണം. എങ്കിൽ അല്ലാഹു നിങ്ങളോട് കാണിക്കുമെന്നാ പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞത് ചെയ്യാത്തവൻ, അല്ലാഹ് പറഞ്ഞത് കേൾക്കാത്തവൻ, അവൻ എത്ര കരഞ്ഞു പറഞ്ഞാലും അല്ലാഹുവും കേൾക്കുകയില്ല. അതാണ് സത്യം. അപ്പൊ നമ്മളെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മൾ ആദ്യം അല്ലാഹുവിന് ഉത്തരം ചെയ്തില്ല. അല്ലാഹ് പറഞ്ഞു ഫല്ലസ്തജീബൂലി, അവരെനിക്ക് ഉത്തരം ചെയ്യട്ടെ, എങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിത ശൈലി മാറണം. അല്ലാഹ് പറഞ്ഞത് കുറെയൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അല്ലാഹു കേൾക്കാൻ തയ്യാറാവുക. നോക്കൂ, നിങ്ങളൊരു നല്ല ഉദാഹരണം. ഞാനത് എന്തിനാ പറഞ്ഞത്? നമ്മൾ ഭൂനിവാസികളോട് റഹ്മത്ത് കാണിക്കണം എന്നാ അല്ലാഹു നമ്മളോട് റഹ്മത്ത് കാണിക്കും. നമ്മുടെ പ്രശ്നം പരിഹരിക്കണോ? എന്താ മാർഗം? പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, ദുരിതം അനുഭവിക്കുന്ന സഹകൂട്ടുകാരുടെ പ്രയാസങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? റമദാനിനെ സാന്ത്വനത്തിന്റെ മാസമായി മുഹമ്മദുർ റസൂലുള്ളാഹി പ്രഖ്യാപിച്ചുവെങ്കിൽ കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ റമദാനിൽ തയ്യാറുണ്ടോ? ഞാൻ തീർത്തു പറയുന്നു, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കും. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ കഴിവിൽ ഒതുങ്ങുന്ന ഒരു സഹായം,
നിങ്ങൾ പാവപ്പെട്ടവന് കൊടുക്കാൻ തയ്യാറാണോ? അള്ളാഹു നിങ്ങളെ പരിഗണിക്കാതിരിക്കില്ല, ഉറപ്പ്. അതിന് നമ്മൾ ഒന്ന് പാകപ്പെടേണ്ടതുണ്ട്. ഈ പാകപ്പെടൽ നമ്മുടെ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു ചെയ്തു തരാത്തത്. നമ്മളെ ഭാഗത്തുനിന്ന് ആദ്യം വേണ്ടത്, ഈ റമദാനിനെ ഞാൻ പറയുന്നു, റഹ്മത്തിന്റെ 10 കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് എന്താ കിട്ടാത്തത് എന്ന് ആലോചിക്കുന്നതിന് പകരം ഈ റഹ്മത്തിന്റെ 10 ഞാൻ ആരോടൊക്കെ കരുണ കാണിച്ചു, എന്റെ റബ്ബനോട് കരുണ കാണിക്കാൻ പറഞ്ഞ ഒരു 10, ഈ 10 ഞാൻ എത്ര മൂമിനീങ്ങളോട് മൂമിനാത്തുകളോട് കരുണ കാണിച്ചു. ആ അന്വേഷണം നടത്തുമ്പോൾ പലതും വട്ടപൂജ്യമാണ്. പിന്നെ നീ റബ്ബിന്റെ റഹ്മത്ത് എവിടെയെന്ന് അന്വേഷിക്കരുത്. നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ? ഒരേ ഒരു മാർഗമേ മുമ്പിലുള്ളൂ. അതെന്താണ്? നിന്റെ കൂട്ടുകാരോട് നീ റഹ്മത്ത് കാണിക്കാൻ തയ്യാറാവണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ഏതാനും കൂട്ടുകാരുണ്ട്. അവിടുത്തെ ആധ്യാത്മിക പുരയിലെ കൂട്ടുകാര്. ഒരു ചെറിയ ടെന്റിനുള്ളിൽ ഇവരിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. നാട്ടിലെ ഉദാരമനസ്കരായ മോമിനീങ്ങള്, മൂമിനാത്തുകള്, ഈ ആരിഫീങ്ങളെന്ന് ഔലിയാക്കളെന്നൊക്കെ ലോകം വിളിക്കുന്ന ഈ മഹാന്മാർക്ക് വല്ല സഹായവും എത്തിച്ചു കൊടുക്കും, ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും. നാട്ടുകാരാണ് ഇവരെ പോറ്റി വളർത്തിയിരുന്നത്. എന്തേ കാരണം? അല്ലാഹ് പറഞ്ഞത് കൃത്യമായി കേട്ടപ്പോൾ അല്ലാഹു അവർക്ക് വഴി ഇങ്ങനെ എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാൻ പണിക്ക് പോകുന്നില്ല. ഒരു ദിവസം പോലും വെള്ളം കുടിക്കാൻ അവർ അധ്വാനിക്കാൻ പോകുന്നില്ല. അവരറിയാത്ത മാർഗത്തിൽ ഭക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ അത് പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുക്കുന്നു. ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇബ്രാഹിം ഇബ്നു ബശ്ശാർ റളിയല്ലാഹു അൻഹുവിനും ഒരു ദിവസം ഭക്ഷണം കിട്ടാൻ അല്പം ലേറ്റായി പോയി. ഒരു നോമ്പുകാലമാണ്. ഇബ്രാഹിം ഇബ്നു ബശ്ശാർ പറയുന്നു, ഞങ്ങൾ നോമ്പുകാരാണ്, നോമ്പ് തുറക്കാൻ സമയമായി. അപ്പോഴും ഇഫ്താറിനുള്ള ഒരു വകയും ഞങ്ങളെ ടെന്റിനകത്തില്ല, ഹൈമക്കകത്തില്ല. ഹൈമക്കുള്ളില് ഭക്ഷണം വെക്കുന്ന സ്റ്റോറിൽ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ നോമ്പ് തുറക്കാനുള്ള ഒരു വകയും അവിടെ ഇല്ല. എല്ലാ പാത്രവും കാലിയാണ്. ഇബ്രാഹിം ഇബ്നു ബശ്ശാർ പറയാണ്, ഞാൻ ശരിക്കും ബേജാറായി പോയി, നോമ്പ് തുറക്കാൻ സമയമായി, ഇന്നിപ്പോ ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല, ഇന്ന് നോമ്പ് തുറക്കാൻ ഒന്നും ഉണ്ടാകൂലേ. എന്റെ ടെൻഷൻ ഇതായി മാറി. നോമ്പ് തുറക്കുമ്പോഴേക്ക് ഭക്ഷണം കിട്ടൂലേ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, എന്റെ ശൈഖ് മുരീദിന് ഇങ്ങനെ മനസ്സിലൊരു വിഷമമുണ്ട് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാണ്, മോനെ, അല്ലാഹു നമുക്ക് നൽകിയത് എത്ര വലിയ അനുഗ്രഹമാണ് ഇബ്രാഹിമേ. ഇവർ രണ്ടാളും ഹൈമന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. ഹൈമ എന്ന് പറഞ്ഞാൽ ടെന്റ്. ഹൈമ എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും തിരിയല്ലോ, ഹൈമ സമ്മേളനമൊക്കെ കഴിഞ്ഞല്ലോ. പണ്ട് ഗൾഫുകാരൊക്കെ എന്തായി ഹൈമ എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്, ടെന്റാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെ ടെന്റ് കെട്ടി അതിന്റെ ഉള്ളിൽ ഇങ്ങനെ താമസിക്കുമ്പോ നമ്മൾ ഇത്ര വലിയ ഭാഗ്യവന്മാരാണ്. എന്തേ? അള്ളാഹു നമുക്ക് വലിയ മുതലും കൊട്ടാരവും ഒന്നും തന്നില്ല എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, മുതലാളിമാർക്ക് എന്തെല്ലാം സംഗതിക്ക് ഹിസാബ് പറഞ്ഞിട്ട് വേണം, എന്തെല്ലാം സംഗതിക്ക് വിചാരണ നടത്തപ്പെട്ടിട്ട് വേണം അവർക്ക് സ്വർഗത്തിൽ പോകാൻ. നമുക്കതൊന്നുമില്ലല്ലോ. നിസ്കരിക്കാനും നോമ്പോൽക്കാനും പറഞ്ഞു, അത് കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നാളെ പരലോകത്തങ്ങ് ഓടിപ്പോയാ പോരെ സ്വർഗത്തിലേക്ക്? ഒന്നിനും ഉത്തരം പറയാനില്ലല്ലോ. അതുകൊണ്ട് ഇബ്രാഹിം എന്തിനു ഭയക്കണം? പിന്നെ ആകെയുള്ള ഒരു ബേജാറ് റിസ്കിനെ സംബന്ധിച്ചാണ്. ഇന്ന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലല്ലോ, അതൊരു പ്രതിസന്ധിയാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പ്രയാസമാണ്. അവിടുന്ന് പറഞ്ഞു, റിസ്ഖുക മദ്മൂൻ. ഓ ഇബ്രാഹിമേ, ഇബ്രാഹിം ഇബ്നു അദ്ഹം ഇബ്രാഹിം ഇബ്നു ബശ്ശാറിനോട് പറയാണ്, ഇബ്രാഹിമേ,
നിനക്കുള്ള ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ്. നമുക്ക് ഭക്ഷണം തരാൻ ഏറ്റത് ആരാണ്? ഇബ്രാഹിം, പടച്ചോനല്ലേ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമുഖത്തുള്ള ഏതു ജന്തുവിന്റെയും ഭക്ഷണം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചതല്ലേ. വായ കീറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എന്തിന് ടെൻഷൻ അടിക്കണം ഇബ്രാഹിമേ? ടെൻഷൻ അടിക്കാതിരിക്കുക. ഭക്ഷണം അതിന്റെ സമയമാകുമ്പോൾ വരും. നോക്കുക നിങ്ങൾ, തവക്കുല് നല്ല ഉറപ്പാണ് ഭക്ഷണം കിട്ടും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ബശാർ പറയാണ്, മഗ്രിബിന്റെ ബാങ്ക് കൊടുത്തു, അപ്പോഴും ടെന്റിലേക്ക് ഭക്ഷണമൊന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് വീണ്ടും എന്റെ മാനസിക വ്യഥ കൂടി. പടച്ചോനെ, ഭക്ഷണം വരും എന്ന് പറഞ്ഞിട്ടും കിട്ടിയില്ലല്ലോ. ബാങ്ക് കൊടുത്തു. ശൈഖ് എന്നോട് പറഞ്ഞു, മുരീദിനോട്, ശിഷ്യനോട് ഷെയ്ഖ് പറയാണ്, ബാങ്ക് കൊടുക്കാൻ ഭക്ഷണം എവിടെയെന്ന് ആലോചിക്കല്ല. കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന് ഇബ്രാഹിം ഇബ്നു പറഞ്ഞു, ബാങ്ക് കൊടുക്കണം ഭക്ഷണം കഴിക്കാനാ? ബാങ്ക് കൊടുക്കണം നിസ്കരിക്കാനല്ല. നിസ്കരിക്കാം, അപ്പോഴേക്കൊക്കെ ഭക്ഷണം വന്നോളൂ. ശൈഖ് നിസ്കാരത്തിലേക്ക് നിന്നു. ഞാനും ഉസ്താദിന്റെ പിറകിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. നിന്നപ്പോയതാ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറന്നുപോകണ്ട, ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിന്നപ്പോൾ കാണാൻ കഴിയുന്നത് എന്താ? ഇബ്രാഹിം ഇബ്നു ബശാർ പറയുകയാണ്, ഞാൻ നിസ്കരിക്കാൻ നിന്നു ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളോടൊപ്പം. അങ്ങനെ നിസ്കാരത്തിന്റെ അവസാന ഭാഗത്ത്, നിസ്കാരത്തിന്റെ എൻഡിലേക്ക് എത്തി തുടങ്ങുകയാണ്. അപ്പോഴതാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ബശാർ പറയുന്നു, ഞങ്ങളുടെ ടെന്റിന്റെ വാതിൽ ഒരാൾ ഇങ്ങനെ തുറന്നിട്ട് എന്തോ ഒരു പൊതി, ഒരു പാത്രം, ഒരു പൊതി അവിടെ കൊണ്ടുവന്നിട്ട്, ഭക്ഷണം കിട്ടുമോ കിട്ടൂലേ എന്ന് കരുതി ടെൻഷൻ അടിച്ചിരുന്ന മനുഷ്യ കഴിച്ചോ? ഇപ്പൊ ഭക്ഷണം കിട്ടിയില്ലേ? ഇതിനായിരുന്നു ബേജാറായിരുന്നത്. എനിക്കുറപ്പാണ് ഇങ്ങോട്ടെത്തും. പടച്ചോനാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അല്ലാഹു പറഞ്ഞത് നമ്മൾ കേട്ടാൽ ഫല്ലസ്തജീബു ലീ, ഈ കോളം നമ്മൾ ഫില്ല് ചെയ്താൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നമ്മൾ എന്തിന് ബേജാറാവണം? നമുക്ക് വേണ്ടത് അല്ലാഹു തരൂലേ. എന്തിനാ ബേജാറാകുന്നത്? അതുകൊണ്ട് തിന്നോന്ന് പറഞ്ഞു. ഏതായാലും നിസ്കാരം കഴിഞ്ഞ് ദിക്റും സലാത്തും ദിക്റും ദുആയൊക്കെ കഴിഞ്ഞിട്ട് തിന്നാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു. മഹാനവറുകൾ പറഞ്ഞു, എന്നോട് ബഹുമാനപ്പെട്ടവര് അത് ശരിക്ക് ഞാൻ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചതിനുള്ള ഒരു ശിക്ഷ എന്നോണമാണ് കുൽ യാ മഗ്മൂം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ചമ്മിപ്പോയി. ഇത് കേട്ടപ്പോഴേ കുൽ യാ മഗ്മൂം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചമ്മിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പാത്രമൊക്കെ അഴിച്ചു വെച്ച് ഭക്ഷണം കഴിക്കാനിരുന്ന് നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഈത്തപ്പഴം, ഒരു പാത്രത്തിൽ 8 റൊട്ടിയുണ്ട്. ഒരു പാത്രത്തിൽ ഈത്തപ്പഴമുണ്ട്, ഒരു പാത്രത്തിൽ 8 റൊട്ടിയുണ്ട്. എനിക്കത് കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി. 8 റൊട്ടിയുണ്ട്, കുറച്ച് ഈത്തപ്പഴമുണ്ട്. ഏതായാലും വിശപ്പകറ്റാം. രണ്ടാളും കൂടെ ഷെയർ ചെയ്താലും ഇതുകൊണ്ട് വിശപ്പകറ്റാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വാതിലിന്റെ അടുത്ത് നിന്ന് ഒരു മുസാഫിർ, ഒരു വഴി പോക്കൻ അതിലൂടെ അങ്ങനെ കടന്നു വന്നിട്ട് അയാൾ പറഞ്ഞു, ഞമ്മക്ക് വല്ലതും തിന്നാൻ തരുമോ എന്നാ പറഞ്ഞത്. 3 റൊട്ടി എടുത്തിട്ട് ഈ യാചകന് വെച്ചു നീട്ടി, ഇതാ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അയാൾ അത് കിട്ടി നല്ല സന്തോഷത്തിൽ ഇറങ്ങിപ്പോയി. പിന്നെ ഞാനിങ്ങനെ നോക്കുന്നത് ഈ റൊട്ടിപ്പാത്രത്തിലേക്കാ. ഇനി 5 റൊട്ടി ഉണ്ട്. അത് 3 ഉസ്താദ് എടുത്ത് 2 എനിക്ക് തരികയാണെങ്കിലും സന്തോഷം. ഇബ്രാഹിം ഇബ്നു ബശാറിന്റെ മനസ്സിലുള്ളതാണ്. 3 ഉസ്താദ് കഴിച്ചോട്ടെ, 2 എനിക്ക് കിട്ടുമായിരിക്കും എന്ന് കരുതി ഞാൻ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ 3 റൊട്ടി എടുത്തിട്ട് എന്റെ പാത്രത്തിലിട്ടു. 2 ഉസ്താദും കഴിച്ചു, 3 എന്നെ കൊണ്ടും കഴിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഇബ്രാഹിം, ഇതാണ് കേൾക്കേണ്ടത്, പറയാനാ ഞാനിത് പറഞ്ഞു കൊണ്ടുവന്നത്. പ്രിയപ്പെട്ട ഇബ്രാഹിം, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധമായ നോമ്പ് കാലത്താണ്. നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശം
എവിടെന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടിയാൽ അത് സ്വന്തമായിട്ടങ്ങ് വിഴുങ്ങുക, എന്നിട്ട് ഏമ്പക്കടുക. ഇതല്ല, കയ്യിലുള്ളത് സ്വന്തമായി തിന്ന് ഏമ്പക്കമിടാനല്ല പരിശുദ്ധ ഇസ്ലാമും വ്രതവും നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ മുവാസാത്തു മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ. സാന്ത്വനം എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സാന്ത്വനിപ്പിക്കല്, സമാധാനിപ്പിക്കല്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തല്, നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് ഇല്ലാത്തവരെ ഊട്ടല്, ഇല്ലാത്തവർക്ക് കൊടുക്കല്. ഓ ഇബ്രാഹിമേ, മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ, അത് വിശ്വാസികളുടെ സംസ്കാരവും സ്വഭാവവുമാണ് കേട്ടോ. വിശ്വാസികളുടെ സ്വഭാവവും സംസ്കാരവുമാണ്. ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പങ്കുവെക്കുക എന്നുള്ളത്. അതിന് പഠിക്കണം ഇബ്രാഹിം. അതാണ് ഞാൻ നിന്നെ ഇതിലൂടെ പഠിപ്പിച്ചത് എന്ന് ഇബ്രാഹിം ഇബ്നു ബശാറിനോട് പറയാണ്. ഈ പരിശുദ്ധ റമളാൻ എന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെയെങ്കിലും ഊട്ടണമെന്നോ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കണമെന്നും ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയെങ്കിലേ നിങ്ങൾ റമളാനായിട്ടുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ 5 ദിവസം വൃഥാവിലാണ്. സംശയിക്കണ്ട. ഒരു പാവപ്പെട്ടവനോടൊരു കരുണ തോന്നിയോ, പാവപ്പെട്ടവനോടൊരു അലിവ് തോന്നിയോ, അത് തോന്നിയെങ്കിലേ നമ്മുടെ നോമ്പ് ഫലപ്പെട്ടു എന്ന് പറയാനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിന്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് സ്വഹാബത്തിനെ വിളിച്ചു ചേർത്തിട്ട് ഈ സുദീർഘമായ പ്രഭാഷണം നടത്തുന്നത്. അതിൽ നബി വിശേഷിപ്പിച്ചു ശഹ്റുൽ മുവാസാത്ത്, സാന്ത്വനത്തിന്റെ മാസമാണ് റമദാൻ. നോക്കൂ നിങ്ങൾ, സുന്നി പ്രസ്ഥാനം SYS റമദാനിനെ സാന്ത്വനത്തിന്റെ മാസമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച സാന്ത്വനത്തിന് വേണ്ടി മാത്രമുള്ള വെള്ളിയാഴ്ചയാണ്. അന്നൊരു ബക്കറ്റ് ഉണ്ടാകും സാന്ത്വനം എന്ന് പറഞ്ഞിട്ട്, SYS സാന്ത്വനം. നിങ്ങൾ അതിൽ ചില്ലറ തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കയ്യിൽ ഏറ്റവും താഴ്ന്ന സംഖ്യ എത്ര നോക്കിയിട്ടിടണ്ട, വേണമെന്ന് കരുതിയിട്ട് സാന്ത്വനമാണ് റമദാനിന്റെ സന്ദേശം എന്ന് മനസ്സിലാക്കി എല്ലാവരും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഴുവൻ മഹല്ലുകളിൽ നിന്നും ഈ ബക്കറ്റ് നിറക്കണം. എന്തേ കാരണം? ഈ കൊല്ലം SYS കൂടുതൽ ശ്രദ്ധിക്കുന്നത് വൃക്കരോഗികളെ സഹായിക്കാനാണ്. വൃക്കരോഗികൾ പെരുത്തു വരികയാണ്. അവരെ സഹായിക്കണമെന്ന നിയ്യത്തോടുകൂടെ കൂടുതൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒരു കാശും വെറുതെ ആവുന്നില്ല. നിങ്ങളുടെ പുരുഷന്മാരുടെ കൈവശം നിങ്ങൾ കൊടുത്തയക്കുന്ന കാശ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. വെള്ളിയാഴ്ച സാന്ത്വനത്തിന്റെ ബക്കറ്റിലിടാൻ പെണ്ണുങ്ങളും ജുമുഅക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, പക്ഷേ സാന്ത്വനത്തിന്റെ ബക്കറ്റിൽ നിങ്ങളുടെയും പങ്കു വേണം. കാരണം റമദാൻ അതിനുള്ളതാണ്. കണ്ടോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു ചെയ്യേണ്ടത് ചെയ്തു തരൂല. കണ്ടില്ലേ ബഹുമാനപ്പെട്ടവര്, സാന്ത്വനത്തിന്റെ മാസമാണെന്ന് പഠിപ്പിച്ചത് മാത്രമല്ല, ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ടത് മുഴുവനും ചെയ്താൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു എനിക്ക് ചെയ്തു തരും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇതേ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഞാൻ കേൾപ്പിക്കട്ടെ. ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കലതാ ഒരു ജുമുഅത്ത് പള്ളിയിൽ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം ചരിത്രം. ഒരു ജുമുഅത്ത് പള്ളിയിൽ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഖാദിമുണ്ട്, അവിടുത്തെ ഒത്താശക്കാരൻ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവിടത്തേക്ക് ഖിദ്മ ചെയ്യുന്ന ഒരു ഖാദിമുണ്ട്, ഹുദൈഫ എന്ന പേരിൽ. ആ ഹുദൈഫയും ഒപ്പമുണ്ട്. ഹുദൈഫ ക്ഷീണിച്ചു, അവശനായി, ഭക്ഷണം കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി. അതാ ദിവസങ്ങളായി ഭക്ഷണം കിട്ടാനെന്ന് പറയാം. എന്റെ മുഖത്ത് ഭക്ഷണം കഴിക്കാത്തതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി പറയുന്നത് ഹുദൈഫയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഖാദിമാണ്, അദ്ഹമിന്റെ ഖാദിമാണ്.
ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഖാദിമ് പറയുന്നു, എന്റെ മുഖത്ത് ഭക്ഷണം കഴിക്കാത്തതിന്റെ പട്ടിണിയുടെ പ്രയാസം വായിച്ചെടുത്തു എന്റെ ശൈഖ്. എന്നോട് ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, ഭക്ഷണത്തിന് മോഹമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഹുദൈഫ. ഹുദൈഫ പറയാണ്, അപ്പൊ ഉടനെ തന്നെ ഞാൻ പ്രതിവചിച്ചു, ഹുവ കമാ തറാ, ഹുവ കമാ തറാ. അത് നിങ്ങൾ അഭിപ്രായപ്പെടും പോലെ തന്നെയാണ്, എനിക്ക് ഭക്ഷണത്തിന് ആവശ്യമുണ്ട് എന്നർത്ഥം. ഉസ്താദ് ആത്മീയതയുടെ കരുത്തിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉസ്താദ് തളർന്നില്ല, പക്ഷെ ഞാൻ തളർന്നു. ഹുദൈഫ പറയാണ്, ഞാൻ തളർന്നു, എന്റെ തളർച്ച ഉസ്താദ് മനസ്സിലാക്കി. ഉസ്താദ് ചോദിച്ചു, എന്താ ഭക്ഷണം വേണമെന്നുണ്ടോ? ഭക്ഷണം വേണമെന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ആ ബാഗിൽ നിന്ന് ഒരു കടലാസ് എടുക്ക. ഞാൻ കടലാസ് എടുത്തു. പേനയും എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പേനയും എടുത്തു കൊടുത്തു. അവിടുത്തെ ഹാദിമാണല്ലോ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം ആ വെള്ള കടലാസിൽ ഇങ്ങനെ കുറിച്ചു 2-3 വരി പദ്യം. ആ പദ്യത്തോടുകൂടെ പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. എന്താണ് ആ പദ്യത്തിൽ എഴുതിയത്? എന്നിട്ട് ആ എഴുത്ത് ചുരുട്ടിയിട്ട് ഹുദൈഫയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുമായി നിങ്ങൾ പുറപ്പെടണം, ഇതുമായി നിങ്ങൾ പുറപ്പെടണം. ഇതുമായി നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾ റോഡരികിൽ ചെന്ന് നിൽക്കുമ്പോ ആ വഴിയിലൂടെ ആദ്യം വരുന്ന വ്യക്തി പേര് ചോദിക്കണ്ട, അയാൾ ഏത് ജാതിയാന്ന് നോക്കണ്ട, ഏത് നാട്ടുകാരനാന്ന് നോക്കണ്ട, അയാൾ ഉദാരനാണോ പിശുക്കനാണോ ഒന്നും നോക്കണ്ട. ആദ്യം അതുവഴി വരുന്ന ആൾക്ക് ഈ പേപ്പർ അങ്ങ് കൈമാറുക. അത്ര മാത്രം സന്ദേശം. ഈ കുറിപ്പ് അങ്ങ് കൊടുത്തേക്കുക. അങ്ങനെ ഈ കുറിപ്പും വാങ്ങിയിട്ട് ഇങ്ങനെ റോഡരികിൽ ചെന്ന് നിന്നപ്പോ കുതിരപ്പുറത്തൊരു സവാരിക്കാരൻ ഇങ്ങനെ വന്നു, കൈ കാണിച്ചു. മഹാനവർകൾ ആദ്യം കാണുന്ന ആൾക്ക് കൊടുത്തോളണം എന്നാ നിർദ്ദേശം. കൈ കാണിച്ചപ്പോ അയാൾ വണ്ടി നിർത്തി ഈ എഴുത്ത് കൊടുത്തു. അയാൾ ഈ എഴുത്ത് പൊട്ടിച്ചു. എഴുത്തിങ്ങനെ പൊട്ടിച്ച് വായിച്ചപ്പോഴേക്ക് ഇയാളുടെ മനസ്സിളകി. ഇയാളുടെ മനസ്സിളകിയിട്ട് ചോദിച്ചു, ഐന സാഹിബു ഹാദിഹി റുഖഅ, ഈ കുറിപ്പുകാരൻ എവിടെ എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയ ആൾ നിങ്ങളല്ല. നോക്കുങ്ങൾ, ഈ എഴുത്ത് കണ്ടപ്പോഴേക്ക് തിരിയാതെ എഴുതിയ ആളുകളാകാൻ വയ്യില്ല. ഏതോ കാര്യപ്പെട്ട ഒരാൾ എഴുതിയതാ. ഈ എഴുത്ത് എഴുതിയ കുറിപ്പുകാരൻ എവിടെ? അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം ഇന്ന മസ്ജിദിൽ, പള്ളിയിൽ, ജുമുഅത്ത് പള്ളിയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി, എന്നാൽ ഇത് അദ്ദേഹത്തിന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു പണക്കി എടുത്തിട്ട്, പണസഞ്ചി എടുത്തിട്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തു. അയാളത് എണ്ണി നോക്കിയപ്പോ 700 ചില്ലാനം ദിർഹമുണ്ട്. ഞെട്ടിപ്പോയി. ഒരു യാചകൻ എന്തെങ്കിലും തുട്ടുകളാണ് നമ്മൾ യാചകന്മാർക്ക് എറിഞ്ഞു കൊടുക്കുക. എത്ര ആളിതുപോലെ ലെറ്റർ ബേഡിൽ എഴുത്തുമായിട്ട് നമ്മളെ സമീപിക്കാറുണ്ട്. കാര്യപ്പെട്ട ആളുകളുടെ എഴുത്തുമായിട്ടൊക്കെ വരും. പക്ഷെ നമ്മളതിനെ മൈൻഡ് ചെയ്യാറുണ്ടോ, പരിഗണിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ എഴുത്ത് കണ്ടപ്പം ഇവിടെ 700 ദിർഹമാ കൊടുത്തത്. അത്ഭുതപ്പെട്ടു പോയി. ആ മനുഷ്യനങ്ങ് കടന്നുപോയി. പിറകിലൊരു മനുഷ്യൻ വരുന്നുണ്ട്. അയാളോട് ഹുദൈഫ ചോദിച്ചു, ആ പോകുന്ന മനുഷ്യനെ നിങ്ങളറിയോ? അയാൾ പറഞ്ഞു, അയാൾ ഈ നാട്ടിലെ പക്കാ മജൂസിയാണ്. അയാൾ ഈ നാട്ടിലെ പക്കാ തീയാരാധകനാണ്. അയാള് മാപ്പിള പോലും അല്ലേ, അയാള് മുസ്ലിം പോലും അല്ലേ. എന്തൊരു ഉദാഹരണാണ് ഈ മനുഷ്യൻ. ഞാൻ എന്റെ ഷെയ്ഖിന്റെ എഴുത്ത് കാണിച്ചപ്പോ അയാള് 700-ലധികം ദിർഹമാണല്ലോ എനിക്ക് സമ്മാനിച്ചത്. ആരാണ് ഈ മനുഷ്യൻ? എനിക്കറിയണം. അയാള് ഒരു പക്കാ മജൂസിയാണ് എന്നും പറഞ്ഞു അയാൾ അങ്ങ് കടന്നുപോയി. ഇദ്ദേഹം പൈസയായിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ അടുത്ത് ചെന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, അനക്കരുത്, അതവിടെ വെക്കണം. ലാ തമസ്സധനാനി, ആ ദീനാറുകളായിരുന്നു. ആ ദീനാറുകൾ നീ തൊട്ടുപോകരുത്. ദിർഹമുകളല്ല, ദീനാറുകളായിരുന്നു. ദീനാറുകൾ തൊട്ടുപോകരുത്, അവിടെ വെച്ചോളണം. സ്വർണ്ണ നാണയങ്ങളാണ്, അവിടെ വെക്കണം. കാരണം എന്താ? എല്ലാം കശ്ഫിന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോഴേക്ക് ഈ കുതിര സവാരിക്കാരൻ ഈ പള്ളിയുടെ മുറ്റത്ത് വന്നിറങ്ങി നേരെ കടന്നു വന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മുകളിലൂടെ അങ്ങ് വീണു.
കരഞ്ഞുകൊണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മുകളിലൂടെ അങ്ങ് വീണിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമ അങ്ങ് പ്രഖ്യാപിച്ചിട്ട് മുസ്ലിമായി. ഈ എഴുത്ത് ഇയാളെ ദാനം ചെയ്യിപ്പിച്ചു എന്നല്ല, ഇയാൾ മുസ്ലിം ആവുകയും ചെയ്തു. എന്നിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, എടുത്തോളൂ, ഈ കാശിന് ഭക്ഷണം കൊണ്ടുവന്നോളൂ, സന്തോഷമായിട്ട് നമുക്ക് കഴിക്കാം എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയാൻ. അതിന്റെ മുമ്പ് അത് എടുക്കാൻ പറ്റൂല, കഴിക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടൊന്നുമല്ല, വരും എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് അറിയാം. അദ്ദേഹം വന്ന് സന്തോഷത്തോടു കൂടെ ഈ പണം ചെലവഴിക്കാമെന്നതാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മനസ്സിലുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം ഈ വരിയിൽ എഴുതിയിരുന്നത്? അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം. എന്ത്? ഞാൻ പറഞ്ഞത് കേട്ടാ അവൻ പറയുന്നത് ഞാനും കേൾക്കും. അതല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞത്? അനാ ഹാമിദുൻ അനാ ദാകിറുൻ അനാ ശാകിറു. ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ എഴുതുകയാണ് ഈ വരിയിൽ, ഈ എഴുത്തിൽ, ഈ കുറിപ്പിൽ എഴുതുന്നു, അനാ ഹാമിദുൻ അനാ ദാകിറുൻ അനാ ശാകിറു. അല്ലാഹുവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നവനാണ്, ഞാൻ നിനക്ക് ദിക്റ് ചൊല്ലുന്നവനാണ്, ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നവനാണ്, ഞാൻ നിന്നോട് നന്ദിയുള്ള അടിമയാണ്, നീ പറഞ്ഞതൊക്കെ കേൾക്കുന്നവനാണ്, സദാസമയം നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നവനാണ്. അന ജാഇഉൻ അന ളാമിഉൻ അന ആരി. അന ജാഇഉൻ, എനിക്ക് വിശക്കുന്നുണ്ട്, അന ളാമിഉ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, അന ആരി, ഞാൻ നഗ്നനാണ്, എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, കുടിക്കാൻ വെള്ളം വേണം, ഉടുക്കാൻ മുണ്ട് വേണം. പടച്ചോനെ, ഹംദ്, ശുക്ർ, ദിക്ർ ഇത് ഞാൻ നിർവഹിക്കുന്നുണ്ട്. ഇത് മൂന്നും എന്റെ ബാധ്യതയാണ്. നിനക്ക് ഹംദ് ചെയ്യേണ്ടതും നിനക്ക് ശുക്ർ ചെയ്യേണ്ടതും നിനക്ക് ദിക്ർ ചെല്ലേണ്ടതും എന്റെ ബാധ്യതയാണ്. നീ എന്നോട് പറഞ്ഞു, അത് മുറ തെറ്റാതെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയോ, എനിക്ക് തിന്നാൻ ഭക്ഷണം വേണം, കുടിക്കാൻ വെള്ളം വേണം, ഉടുക്കാൻ മുണ്ട് വേണം, അത് തരേണ്ടത് നീയാണ്. പടച്ചവനോട് പറയുന്ന, എന്റെ ആവശ്യങ്ങൾ നിവർത്തി തരേണ്ടത് നീയാണ്, എന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരേണ്ടത് നീയാ. നീ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാ എനിക്ക് ഭക്ഷണവും വെള്ളവും മുണ്ടും ലേറ്റായി പോകുന്നത്? പറ്റൂല, ഇതിനെ പറഞ്ഞു. ലോകത്തെ സൃഷ്ടിച്ച റബ്ബേ, പകുതി കാര്യങ്ങൾക്ക് നീ ഉത്തരവാദിയാവണം കേട്ടോ. എനിക്ക് ഭക്ഷണവും എനിക്ക് കുടിക്കാനുള്ള വെള്ളവും എനിക്ക് ഉടുക്കാനുള്ള മുണ്ടും നീ തരണം. നീ പറഞ്ഞത് ഞാൻ കേട്ട സ്ഥിതിക്ക് ഞാൻ പറയുന്നത് നീ കേൾക്കണം. അള്ളാനോട് പറയാൻ ആ വരിയുടെ ഉത്തരമാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് അള്ളാഹു ഈ കൊടുക്കുന്നത്. അതും പക്കാ മജൂസിയ എഴുത്തിനെ പരിഗണിച്ചു. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തേ പറഞ്ഞത്? അല്ല പറഞ്ഞത് ഞാനും നിങ്ങളും കേൾക്കാൻ റെഡിയാണോ? അല്ല നമുക്ക് റഹ്മത്ത് തരും. അതുകൊണ്ട് ഈ റഹ്മത്തിന്റെ പത്തില് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണോ? പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ കഴിയുമെങ്കിൽ അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് കാണിക്കും. നിങ്ങളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരും. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം തീർക്കാൻ നിങ്ങൾ മുമ്പോട്ട് വരണം. റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ മാസമാണ്. നിങ്ങളുടെ പ്രാദേശിക ലെവല് തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ എല്ലാ സദസ്സുകളിലും നിങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കാനുള്ള അവസരങ്ങൾ ധാരാളം. ഉപയോഗപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതില് ഒരു വീഴ്ചയും വരുത്തരുത്. ഇതാണ് റമദാൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഇതിന് നമ്മൾ പാകപ്പെടുവോ? അള്ളാഹു നമുക്ക് തരും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല തീർത്തു തരും, സംശയിക്കണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. വലിയൊരു സംഭവമാണ്. ഇപ്പൊ അടുത്ത് ഒരാഴ്ച മുമ്പ് ഒരു വലിയ പ്രശ്നം. ഒരു പള്ളിയില് അവിടുത്തെ പ്രധാന ബോർഡില്, പള്ളിയുടെ മുറ്റത്തെ ബോർഡില്, SYSന്റെ ബോർഡില് സാന്ത്വനത്തിന്റെ ഒരു നോട്ടീസ് പതിച്ചു. ആ പ്രവർത്തകർ വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു, എന്ത് സാന്ത്വനത്തിന്റെ നോട്ടീസ് അവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത്? കാരണവന്മാര് ചോദിച്ചു, സാന്ത്വനത്തിന്റെ നോട്ടീസ് ഒട്ടിക്കാനുള്ളതാണോ പള്ളിയുടെ മുറ്റം എന്ന് പറഞ്ഞാൽ ഇതെന്തോ വേറൊരു പരിപാടിയായിട്ടാ കാണുന്നത്.
ഇത് ദീനിന്റെ ജീവനാണ്, പരിശുദ്ധ റമദാനിന്റെ സന്ദേശമാണ്. സാന്ത്വനം എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ തിരുനാക്ക് കൊണ്ട് പ്രഖ്യാപിച്ചതാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ പ്രതികരിക്കരുത്. നമ്മൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനോട് സഹകരിച്ചു കൊടുക്കുക. ഇതാ വഴി. നിങ്ങൾക്കറിയോ, പാവപ്പെട്ടവരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതിന്റെ ബഹുമാനം എത്രയാണ്. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ശൈഖ് മഖ്ദൂം തങ്ങള് എഴുതുന്നത് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഖ്ദൂം തങ്ങൾ എഴുതി വെച്ചത് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും കേട്ടോ. മഖ്ദൂം തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതിയിട്ടുണ്ട്. ഒരു വലിയ മഹാൻ ഇമാം ഹരീരി തങ്ങളുടെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു. അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഒരു പാവപ്പെട്ട മുസാഫിർ വരുന്നു. ജനങ്ങളുടെ വീക്ഷണത്തിൽ അദ്ദേഹം ഒരു മുസാഫിറാണ്. നമ്മളിങ്ങനെ ഈ കീറിപ്പറഞ്ഞൊക്കെ നടക്കുന്ന പലരെയും കാണുമ്പോ അവരെ നമ്മൾ അവഗണിക്കരുത് കേട്ടോ. ആ കൂട്ടത്തിൽ പലരും നല്ലവരുണ്ടാവും, കാര്യപ്പെട്ടവരും ഫലമുള്ളവരും കൂട്ടത്തിലുണ്ടാവും. അവഗണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദോഷം ചെയ്യും. ഇവരുടെ പള്ളിയിൽ വന്നു. ആ പള്ളിയുടെ ഒന്നാം സഫിൽ വന്നിട്ട് ഖിബിലക്ക് മുഖവും തിരിച്ചൊരൊറ്റ ഇരുത്തമാണ്. വൈകുന്നേരം വരെ അനങ്ങുന്നില്ല. ഇരുന്ന ഇരുത്തത്തിൽ ദിക്റും ദുആഉമായിട്ട് കഴിഞ്ഞുകൂടുന്നു. രാത്രിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദും ശിഷ്യന്മാരും ഇറങ്ങി തൊട്ടടുത്തൊരു വീട്ടിലൊരു മുതലാളിയുടെ വീട്ടിൽ ഒരു ക്ഷണമുണ്ട്, ഒരു സൽക്കാര പാർട്ടിയുണ്ട്. അതിലേക്ക് പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു, അവിടെ പള്ളിയിൽ ഒരു മുസാഫിർ ഇരിപ്പുണ്ട്, കണ്ടിട്ടില്ലേ? അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്ക്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്ക്. അദ്ദേഹത്തെ കിട്ടിയാൽ നമുക്ക് അദ്ദേഹത്തെയും കൂടെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ആജിയാർക്ക് അതിൽ വിഷമമുണ്ടാകൂല. വീട്ടുടമക്ക്, ആജിയാരെന്ന് ഞാൻ ഉദാഹരണത്തിന് പറയാണ്, നമ്മളെ ക്ഷണിച്ച നമ്മുടെ ആതിഥേയൻ അതിൽ പ്രയാസം ഉണ്ടാകൂല. നമ്മളെ കൂടെ പള്ളിയിൽ നിന്നൊരു മുസാഫിറിനെ കൊണ്ടുപോയാൽ അദ്ദേഹത്തെ വിളിച്ചോളൂ, ഭക്ഷണം കൊടുക്കാം. അദ്ദേഹത്തെ ചെന്ന് വിളിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോവുകയാണ്, ഒരു പാർട്ടിക്ക് പോവുകയാണ്, നിങ്ങൾ ഞങ്ങളെ കൂടെ വന്നാൽ നിങ്ങൾക്കും ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട, എനിക്കങ്ങനെ ഭക്ഷണത്തിനൊന്നും ആവശ്യമില്ല. അങ്ങനെ നിർബന്ധമാണെങ്കിൽ, നിങ്ങൾക്ക് എനിക്ക് തന്നേ പറ്റൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഒരൽപ്പം പൊടിയരിക്കഞ്ഞി കൊണ്ടുവന്നോളൂ, ഞാനത് കുടിച്ചോളാം. ആ വിവരം വന്ന് കുട്ടി ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, അദ്ദേഹത്തിന് പൊടിയരിക്കഞ്ഞി വേണം, നല്ല ഭക്ഷണമൊന്നും വേണ്ട, എന്നാൽ നിൽക്കട്ടെ, അവിടെ ഇരുന്നോട്ടെ, നമ്മൾ പോവുക എന്ന് പറഞ്ഞു. നമ്മൾ പോവുക എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു, ആവശ്യമുണ്ടെങ്കിൽ കൂടെ വന്നോട്ടെ. അങ്ങനെ അതാ അവര് വന്നു, പോയി വന്നു. കഞ്ഞിയൊന്നും കൊണ്ടുവന്നില്ല. ആ ഭാഗം ശ്രദ്ധിച്ചില്ല എന്നർത്ഥം. ബഹുമാനപ്പെട്ടവര് ചെറിയ ആളല്ല, മഖ്ദൂം തങ്ങളുടെ കാലക്കാരൻ. മഖ്ദൂം തങ്ങൾ പരിചയപ്പെടുത്തുന്ന വലിയ മഹാനാണ്. ഇടയ്ക്കിടെ തിരുനബിയെ സ്വപ്നത്തിൽ ദർശിക്കുന്ന മഹാനാണ്. അന്ന് രാത്രിയിൽ പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്വന്തം വസതിയിൽ കിടന്നുറങ്ങുന്ന ഇമാം അവർകൾ അതാ രാത്രിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി തങ്ങളെ മാത്രമല്ല, പ്രവാചക കുടുംബത്തെ മൊത്തം കണ്ടു. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, ഇത് ആരാണ്? തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദുഹും അലാ ബഅദ് എന്ന് പറഞ്ഞ പ്രവാചക കുടുംബ. അപ്പൊ മഹാനവറുകൾ ഓടി. എന്നാൽ ഇതിന്റെ മുൻനിരയിൽ എന്റെ ഹബീബ് ഉണ്ടാവുമല്ലോ, പലപ്പോഴും കാണാറുള്ളതാണ് ഹബീബ് മുഹമ്മദുൽ മുസ്തഫ തങ്ങളെ. മുൻനിരയിലേക്ക് ചെന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നല്ല ഫോമിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ആദരവോടെ ചെന്നിട്ട് പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ ഇദ്ദേഹത്തിന്റെ സലാം കേൾക്കേണ്ട താമസം ഒക്കെ സ്വപ്നത്തിലാട്ടോ. സലാം ഇങ്ങോട്ട് കേൾക്കേണ്ട താമസം അള്ളാഹുവിന്റെ റസൂൽ ഒരൽപ്പം വിമ്മിട്ടത്തോടെ മുഖം ഇങ്ങ് തിരിച്ചു കളഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം അവറുകളുടെ മനസ്സ് നുറുങ്ങി. മഹാനവറുകൾ മറുഭാഗത്തിലൂടെ പോയി മുഖം തിരിച്ച ഭാഗത്തേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഇങ്ങേ ഭാഗത്തേക്ക് മുഖം തിരിച്ചു.
അപ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അല്ല ഹബീബേ, അങ്ങയോട് സ്വപ്നലോകത്ത് സംസാരിക്കാറുള്ള ഞാന് എന്താണ് നബിയെ ഇന്ന് ഞാനൊരു സലാം പറഞ്ഞിട്ട്? ദീനിന് വേണ്ടി എത്ര വലിയ ഖിദ്മകൾ ചെയ്യുന്ന മഹാനാണ് മഹാനവറുകൾ. അപ്പോ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഞാന് ഒരു സലാം പറഞ്ഞിട്ട് എന്താണ് നബിയെ തങ്ങൾ എന്റെ സലാം മടക്കാത്തത്? അവിടുന്ന് റസൂലുള്ളാഹിയുടെ മറുപടി സ്വപ്നലോകത്ത് തന്നെ കൊടുക്കുന്നു. എന്റെ പാവപ്പെട്ട ഒരു ഉമ്മത്തി കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ, ഒരു കുഞ്ഞിക്കൈയില് കഞ്ഞിയല്ലേ ചോദിച്ചുള്ളൂ. അത് കൊടുക്കാതെ, പാവപ്പെട്ടവരെ ശ്രദ്ധിക്കാതെ, എന്റെ ഉമ്മത്തിലെ ഫുഖറാ മസാക്കീനെ ശ്രദ്ധിക്കാതെ നിങ്ങളെ സലാം ഞാൻ മടക്കുകയോ ഹരീരി, സംഗതി നടക്കില്ല. സുബ്ഹാനല്ലാഹ്, ഹരീരി ഞെട്ടിപ്പോയി ഈ മറുപടി കേട്ടിട്ട്. അതാ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ, ഇമാം അവറുകൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. വേഗം സ്വന്തം വസതിയിൽ നിന്ന് വസ്ത്രവും വലിച്ചിട്ട് ഇറങ്ങി പള്ളിക്ക് വന്നു. ഈ മനുഷ്യനെ കിട്ടണം, പള്ള നിറച്ച് സൽക്കരിക്കണം. ഇയാളെ മനസ്സിലാത് മാത്രമാണ് ലക്ഷ്യം. പള്ളിയിൽ വന്ന് കയറി നോക്കുമ്പോ ഇയാളെ കാണുന്നില്ല. എവിടൊക്കെ ഈ സാധു പോയത്? പടച്ചോനെ, എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഈ വഴിയിലൂടെ കടന്നു വന്നപ്പോ അദ്ദേഹം ഇപ്പുറത്ത് കൂടെ ഇറങ്ങിയതാ. അവിടെ വാതിൽക്കൽ പോയപ്പോണ്ട് ചെരുപ്പിട്ട് വേഗ സ്പീഡിൽ പോകുന്നു. അപ്പൊ വിളിച്ചു, നിൽക്കൂ മനുഷ്യ, അവിടെ നിൽക്കൂ, നിങ്ങൾ അവിടെ നിൽക്കണം, നിങ്ങൾക്ക് എന്ത് ഭക്ഷണ വേണ്ടതെങ്കിൽ ഞാൻ തരാം. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നിന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതി വെക്കുകയാണ്. എന്ത്? വേണ്ട വേണ്ട, ഒരു കുഞ്ഞിക്കൈയില് പൊടിയരി കഞ്ഞിക്ക്, ഒരു കുഞ്ഞിക്കൈയില് കഞ്ഞിക്ക് 1,24,000 പ്രവാചകന്മാരുടെ റെക്കമെൻഡ് വേണ്ടേ? തൽക്കാലം വേണ്ടട്ടോ, നിങ്ങൾ കുടിച്ചോളൂ. അയാൾ സ്ഥലം വിട്ടു. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയാണ്, പിന്നെ ജീവിതത്തിൽ ഒരൊറ്റ ഫഖീറിനെയും മിസ്കീനെയും ഈ മഹാനായ ഇമാം അവറുകൾ അവഗണിച്ചിട്ടില്ല. അദ്ദേഹം മോശക്കാരനൊന്നുമല്ല. പഴയ കാലത്തൊക്കെ എത്ര ഖുർആൻ ഓതിയിരുന്നു നമ്മുടെ പാവപ്പെട്ട, നമ്മുടെ മുൻഗാമികളായ ഉമ്മമാരും ഉപ്പമാരും ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഉപ്പമാരും ഒക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മളൊക്കെ ഇന്ന് വിശുദ്ധ റമദാൻ വന്നിട്ട് ആ റമദാനിൽ വിശുദ്ധ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാതെ, ഇതെന്റെ ഗ്രന്ഥമാണെന്ന ഒരു ചെറിയ ബന്ധം പോലും കാണിക്കാതെ നമ്മൾ നടന്നാൽ, റമദാൻ വന്നിട്ടും കൂടെ ഖുർആൻ ഒന്ന് എടുത്തു നോക്കാത്ത മനുഷ്യന്മാർ ഉണ്ടെങ്കിൽ അതൊരു നാശാണ്, അതൊരു ലക്ഷണക്കേടാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഇവിടെ വെച്ചത് പറഞ്ഞാല് ഒരു 10 ആള് അല്ല, ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് കൂടിയെടുത്ത് 10 ആളൊന്നുമല്ല, എല്ലാവരും ഖുർആൻ ഓതാൻ തയ്യാറാവും. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പ് ബഹ്റൈനിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ബഹ്റൈനിൽ നോമ്പിന്റെ ഒരാഴ്ച മുമ്പ് ബഹ്റൈനിൽ പോയി. എല്ലാ കൊല്ലവും 3 ദിവസത്തെ പ്രഭാഷണത്തിന് വേണ്ടി പോകും. റമദാൻ മുന്നൊരുക്ക പ്രഭാഷണം. അതിൽ കഴിഞ്ഞ കൊല്ലം 13,000-ഓളം ആളുണ്ട് ഇന്ത്യൻ സ്കൂളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരെ മുഴുവൻ എഴുന്നേൽപ്പിച്ച് നിർത്തിച്ചു, പ്രതിജ്ഞ എടുപ്പിച്ചു. പടച്ച റബ്ബിന്റെ പേരിൽ പ്രതിജ്ഞ എടുക്കണം, ഈ റമദാൻ മാസം ഞാൻ ഒരു ഖത്ം ഓതും. നിയ്യത്ത് ചെയ്യിപ്പിച്ചു. 10ഉം 12ഉം ഖത്മുകൾ വരെ ഓതിയവർ വിളിച്ച വിവരം പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. ബഹ്റൈൻ കേരള സുന്നി ജമാഅത്തിന് ആ വിവരങ്ങൾ അവർ കേൾപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും ആ പരിപാടി അവിടെ നടന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, മോട്ടിവേറ്റ് ചെയ്യാൻ ആളുണ്ടോ? ഒരു ചെറിയ പ്രചോദനം എവിടെ നിന്നെങ്കിലും കിട്ടുമോ? മാറുന്ന കൽബുകൾ അനേകമുണ്ട്. 3000-ഓളം ആളുണ്ടായിട്ട് അതിൽ 2 ആള് മാത്രമാണ് അതിനോട് പ്രതികരിക്കാതിരുന്നത്. ആ സദസ്സ് മുഴുവനും എഴുന്നേറ്റെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആവാത്ത പണി വെറുതെ ഏറ്റെടുക്കണ്ട, ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം എഴുന്നേറ്റുന്നാ മതി. നമ്മൾ ബേജാറാണ് കേട്ടോ, ഇവിടെ ഒരു പ്രതിജ്ഞ എടുപ്പിക്കുമോ എന്നുള്ള ബേജാറുള്ളവരുണ്ടാവും. ഇത് പോതേണ്ടി വരുമല്ലോ. നമ്മൾ ആഖിറത്തിലെ വിജയത്തിനും വേണ്ടി ഓതാൻ മനസ്സുള്ളവർ ഓദിക്കോ, ഉറപ്പാണ് അള്ളാഹു വെറുതെ ആക്കൂല. അള്ളാഹു വെറുതെ ആക്കൂല. ഞാൻ അവിടെ എഴുന്നേറ്റ് നിർത്തിച്ചപ്പോ കരാറ് ലംഘിക്കരുത് എന്ന് പറഞ്ഞു. അതിന്റെ ഗൗരവം ആദ്യം പറഞ്ഞു.
ലാ തുഖ്സിമു, നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണ്ട. ബൽ ത്വാഅത്തും മഅറൂഫ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് വ്യക്തമായ അനുസരണമാണ്, സത്യപ്രതിജ്ഞയല്ല എന്ന ആയത്തൊക്കെ ഓതിയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. പറയുന്നത് ചെയ്യണം. വെറുതെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നന്നാകുകയാണെങ്കിൽ നമ്മളെ ഭരണാധികാരികൾ നന്നാവണ്ടേ? എത്ര മട്ടമുള്ള സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അല്ലേ? ഏതെങ്കിലും ഒരു ഭരണാധികാരി ചെയ്ത സത്യപ്രതിജ്ഞയോട് കൂറു പുലർത്തിയോ എന്ന ചർച്ച കേരളത്തിൽ ആരോഗ്യകരമായി നടക്കുന്നുണ്ടോ? സത്യപ്രതിജ്ഞ ചെയ്ത പിറ്റേന്ന് എങ്ങനെ ചെയ്തു, തിരുനാമത്തിലാണോ ദൈവത്തിന്റെ നാമത്തിലാണോ അല്ലാതെയാണോ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ അല്ലേ നടക്കാറുള്ളത്? കാതലായ ഒരു ചർച്ച സത്യപ്രതിജ്ഞയെ പറ്റി നടക്കാറുണ്ടോ? എന്ത് തന്നെ ആയാലും അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത് സത്യപ്രതിജ്ഞ ചെയ്യണ്ടെന്നല്ല, അതിനല്ല സ്ഥാനം, നിങ്ങൾ അനുസരണം കാണിക്കണം. അതോടുകൂടെയുള്ള സത്യപ്രതിജ്ഞക്ക് അർത്ഥമുണ്ട്. അനുസരണമല്ലാത്ത സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോ തന്നെ ഇയാളെ മനസ്സിലുള്ളത് ഈ പറയുന്നതിനൊക്കെ എതിരാ, പിന്നെന്ത്? അപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യാൻ ധൈര്യമുള്ളവർ മാത്രം എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞപ്പോ ഇത്രയും ആളുണ്ടായിട്ട് 2 ആള് വിസമ്മതിച്ചു. അപ്പൊ എനിക്കും ഒരു വാശി, അവരെ ഒന്ന് വിളിക്കണം, ചോദിക്കണം. കാരണം 2 ആള് മാത്രം അങ്ങനെ ഇരിക്കുമ്പോ ഒരു ധിക്കാരാണല്ലോ ഈ കാണിച്ചത് എന്ന് തോന്നിപ്പോയി. അല്ലാത്തവരൊക്കെ എഴുന്നേറ്റു, ചെയ്താലും ചെയ്തില്ലെങ്കിൽ എല്ലാവരും എഴുന്നേൽക്കാണല്ലോ. പക്ഷെ 2 ആള് എഴുന്നേൽക്കാതെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാന് മുസാഫഹത്ത് ചെയ്ത് പോകുകയാണെങ്കിൽ അവരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു, നിങ്ങൾ പോകരുത് കേട്ടോ എന്ന് പറയാൻ നിൽക്കുകയാണ്. അപ്പൊ അവര് ഈ വലതുഭാഗത്ത് ഒരു മൂലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ആ മൂലയിലേക്ക് ഇങ്ങനെ മാറി നിന്ന് എല്ലാവരും വന്ന് ദുആയൊക്കെ കഴിഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് പോകുമ്പോൾ അവര് ഏറ്റവും അവസാനം വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അവർക്കും എന്നോടെന്തോ പറയാനുണ്ട്. വന്നിട്ട് അതിലൊരാള് കരഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാൻ പൊട്ടി അങ്ങ് കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒന്നും കരുതരുത്, കുരുത്തക്കേട് തരരുത്. അയാളുടെ ഭാഷ അയാൾ പറഞ്ഞതാണ്. ഒന്നും കരുതരുത്, എഴുന്നേറ്റ് നിൽക്കാതിരുന്നത് അദബുകേടാണെന്നറിയാം, പക്ഷേ ഒരക്ഷരം ഖുർആൻ ഓതാൻ അറിയില്ല ഉസ്താദ്. ഓതാൻ ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞങ്ങൾക്ക് 2 ആൾക്കും അറിയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? അപ്പൊ മലപ്പുറത്തും അല്ല കോഴിക്കോടും അല്ല. നമുക്ക് കണ്ടുകൂട്ടർക്കും സമാധാനമായി. കുറെ അകലെയാണ്. അവിടെ എങ്ങനെയൊക്കെ ഉണ്ടാവാം അപൂർവമായിട്ട്. എന്നാലും കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു ചിത്രം ഈ കാലഘട്ടത്തിൽ വളരെ ചുരുക്കാം. എന്നാലോ നല്ല 2 പണച്ചാക്കുകളുമാണ്. അള്ളാഹ് നല്ല നിഅമത്തും ബറക്കത്തും കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഗ്രന്ഥം മാത്രം വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം, അറബി സംസാരിക്കാൻ അറിയാം, നല്ല ലോകത്തെ പറ്റി നല്ല കാഴ്ചപ്പാടുണ്ട്, ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, വായു നൽകുന്ന റബ്ബിന്റെ സന്ദേശം അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അതൊന്ന് വായിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരെത്ര ഹതഭാഗ്യരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ഒരാളെ വെച്ച് എത്രയും പെട്ടെന്ന് ഓത്ത് പഠിക്കണം, ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങളൊരാളെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഓത്ത് പഠിക്കണം. അത്രയും സമയം നിങ്ങൾ ഖുർആൻ എങ്ങനെ എടുത്തിട്ട് വെറുതെ അങ്ങനെ മറിച്ച് ആ വരികളിലൂടെ അങ്ങനെ വിരലോടിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. അതാണ് അതിന്റെ കാഴ്ചപ്പാട്. മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, അതിനും കൂലിയുണ്ട്. ഖുർആനിന്റെ അക്ഷരങ്ങളിലേക്ക് നോക്കുന്നതിന് കൂലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഓതണമെന്ന് പറഞ്ഞാൽ ഓതാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ റമദാനിൽ ഒരു ഖത്മ് ഖുർആൻ നിങ്ങൾ തീർക്കണം. 5 ദിവസം കഴിഞ്ഞു, ഒരു 5 ദിവസം മുമ്പാകേണ്ടിയിരുന്നു നമ്മുടെ പ്രഭാഷണം. എന്നാൽ ഒന്നും കൂടെ എളുപ്പമുണ്ടാകുമായിരുന്നു. 5 ദിവസം കഴിഞ്ഞത് സാരമാക്കണ്ട, ഒരു 5 ദിവസത്തേത് നമ്മൾ വീണ്ടെടുക്കണം എന്നല്ലേ ഉള്ളൂ. 1 മാസം കൊണ്ടൊരു ഖത്മ് തീർക്കാൻ നമ്മൾ ഓതേണ്ടത് ഒരു ദിവസം 1 ജുസ് അല്ലേ? 1 ജുസ് ഓതാൻ വേണ്ട സമയം എത്രയാ? ഹാഫിളീങ്ങള് 20 മിനിറ്റ് കൊണ്ട് ഓതും ഒരു ജുസ്. അല്ലാത്തവര് നല്ല ഓതി തഴങ്ങിയവര് 30 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് തജ്വീദ് നിയമപ്രകാരം തന്നെ 1 ജുസ് ഓതും. ഹദറായിട്ട്, ഹദർ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡിലുള്ള ഓത്, കേൾക്കാൻ നല്ല അഴകുമായിരിക്കും. പതുക്കെ ഓതുന്നതിനേക്കാൾ അഴകുണ്ടാവും. അതായത് തറാവീഹൊക്കെ നിൽക്കുമ്പോൾ കേൾക്കണ ആ ഓത്ത്, അങ്ങനെ പറഞ്ഞാൽ വേഗം തിരിയും. നിങ്ങൾ തറാവീഹിന് ഓതണ ആ ഓത്ത്. അപ്പൊ ഈ ഓത്തിൽ ഓതുകയാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് തീരും. അവര് 20 മിനിറ്റ് കൊണ്ട് തീർക്കും. അത് കഴിയുന്നുള്ളതിന്റെ തെളിവാണ്. നമുക്ക് യാസീൻ ഓതുന്ന അത്ര സ്പീഡിൽ മറ്റത് ഓതാൻ കഴിയില്ല. നമുക്ക് ഹിഫ്ളുണ്ടായ വേഗം കഴിയുന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം 1/2 മണിക്കൂർ ഒരു സാധാരണക്കാരന് ഓതി പരിചയമില്ലാത്ത ഒരാൾക്കൊരു 3/4 മണിക്കൂർ പിടിച്ചേക്കാം. ഞാൻ പറയാണ്, ഇതിനു വേണ്ടി 24 മണിക്കൂറില്
23.25 മണിക്കൂർ നമുക്ക് സ്വതന്ത്രമായി പടച്ചോൻ വിട്ടുതരാ. മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഞമ്മക്ക് ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, വായു നൽകുന്ന റബ്ബിന്റെ വചനങ്ങളൊന്ന് വായിക്കാൻ. ഒരു മഹാൻ പറഞ്ഞത് ഖുർആൻ ഓതുന്നത് അള്ളാഹുവിനോട് സംസാരിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നതിന് തുല്യമാണ്. ഇതിന് നിങ്ങൾക്ക് പറ്റുമോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? പറ്റില്ല എന്നാണോ മറുപടി? റമദാൻ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലട്ടോ. ഏറ്റെടുക്കണം. ഈ റമദാനിൽ ഒരു ഖത്മ്, ഈ പ്രഭാഷണം കേട്ടിട്ട് ഓതിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകും, 2-3 ഖത്മ് ഓതുന്നവരുണ്ടാകും. തുടരണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്മ് ഓതണം. ഓതാത്ത ആളുകൾ കൂട്ടത്തിലുണ്ടാവും. ജീവിതത്തിൽ ഒരു ഖത്മ് തീർത്തിട്ടില്ലാത്തവരും ഉണ്ടാവും. കാരണം ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞ് റൂമിൽ വന്നിട്ട് എന്നോട് പ്രതികരിച്ചു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു ആ ചെറുപ്പക്കാരനെയൊക്കെ. അയാൾ അവിടെ നിന്ന് എന്നെ കൈ പിടിച്ചിട്ട് എന്നോട് പ്രതിജ്ഞ പറഞ്ഞു, ഇനി ഖുർആൻ ഓതാത്ത ഒരു ദിവസം എനിക്കുണ്ടെങ്കിൽ ഉസ്താദേ, അത് ഉസ്താദ് പറഞ്ഞതുപോലെ അതെന്റെ ബ്ലാക്ക് ഡേ ആണ്, അതെന്റെ കരിദിനമാണ്, എന്റെ കറുത്ത നാളാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചോളാം. ഇനി എന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്കൊരു ദിവസം അനുവദിച്ചാൽ അന്നൊരു പേജെങ്കിലും ഖുർആൻ ഓതാത്തത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ഇത് നമുക്ക് നേട്ടല്ലേ? ഇതിലും വലിയ ലാഭം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വഴിയിൽ ഊർജം ചെലവഴിക്കുമ്പോൾ സന്തോഷിക്കാൻ വക നൽകുന്നത് ഇത്തരം ചില ഉദാഹരണങ്ങളാണ്. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. നമ്മൾ ഖുർആൻ ഓതാൻ മുന്നോട്ട് വരണം. ഒരമണിക്കൂർ അള്ളാന്റെ കലാമിനോടൊപ്പം ഇരിക്കാൻ, അള്ളാന്റെ കലാമിനോടൊപ്പം അരമണിക്കൂർ ഇരിക്കാനല്ലേ സമയമില്ലാത്തതുള്ളൂ. സിറ്റ് ഔട്ടിൽ വന്നു വീഴുന്ന പത്രങ്ങൾ ഒരു കോളം വിടാതെ വായിക്കുന്നില്ലേ? സീരിയലുകളായ സീരിയലുകൾ മുഴുവനും, സീരിയലുകളുടെയും റിയാലിറ്റി ഷോകളുടെയും ഒക്കെ എപ്പിസോഡുകൾ കാണാൻ എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള പെണ്ണുങ്ങൾ സമയം കാണുന്നില്ലേ? സമയം കാണാത്തത് അള്ളാഹുവിന്റെ കലാമൊന്ന് വായിക്കാൻ മാത്രല്ലേ? എന്നു മാത്രല്ല, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ്, റമദാൻ രാവുകൾ ഹയാത്താക്കാൻ നമ്മളെ കുട്ടികളല്ലേ. കളി വന്നു വീണ ഒരു കാലം പരിശുദ്ധ റമദാനിൽ. മണിക്കൂർ കണക്കിന് സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു സമയവും നഷ്ടവും തോന്നുന്നില്ലല്ലോ. എന്തൊരു സങ്കടായത്. മലപ്പുറം ജില്ലയിൽ കീഴ്ശ്ശേരിയിൽ മെസ്സിയുടെ ഒരു കട്ടൗട്ട് സ്ഥാപിക്കാൻ ചെലവ് 18,000 രൂപയാണ്. 18,000 രൂപ. ആരാണ് മെസ്സി? ഇവന്റെ ഒരു വലിയ ഒരു ചോദ്യമല്ലേ ഇത്, അല്ലേ? എന്ത് ഭ്രാന്ത് എന്നാ അതിന് പറയേണ്ടത്? ഭ്രാന്തിന് കയ്യും കാലും മുളക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മലപ്പുറത്തും കോഴിക്കോട് മലപ്പുറത്തിനോട് ചാരി നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. ഇത് എന്റെ ജില്ലയിലാണ്, മലപ്പുറത്താണ്. പിന്നെ മലപ്പുറത്തോട് ചാരി നിൽക്കുന്ന കോഴിക്കോട്. ഞാൻ ഇപ്പൊ കൊല്ലം ജില്ലയിൽ പോയി കിലോമീറ്ററുകൾ യാത്ര ചെയ്തപ്പോ ഒരു ഫ്ലക്സ് ബോർഡ് കാണുമോ നോക്കി, ഇല്ല, ഒരൊറ്റ എണ്ണല്ല. ഇവിടെയോ മലയാള മനോരമക്കാരൻ നമ്മളെ കുട്ടികളെങ്ങനെ കളിപ്പിക്കല്ലേ, മലപ്പുറത്തെ കുട്ടികളെങ്ങനെ പന്തിന്റെ മുനയിലാണ് നമ്മളെ കുട്ടികളെ നിർത്തുന്നത്. അവരെ കുട്ടികളെ പഠിപ്പിക്കുക, നമ്മളെ കുട്ടികളെ കളിപ്പിക്കുക. ഇതിലൊക്കെ പെട്ടുപോകാനേ ഉള്ളുവല്ലോ നമ്മള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രമാത്രം മോശക്കാരായിപ്പോയല്ലോ നമ്മള്. എന്താണ് ഈ വിനോദത്തിന്റെ പേര്? എന്താണ് ഈ വിനോദ ഭ്രാന്തിന്റെ പേര്? ഫാൻ സംസ്കാരം. മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഫാൻ സംസ്കാരം? ഞാൻ പറയുന്നു, പലപ്പോഴും അർജന്റീന ഫാൻസ്, ബ്രസീൽ ഫാൻസ് എന്നൊക്കെ എഴുതി വെക്കുന്ന മക്കൾക്ക് അറിഞ്ഞിട്ട് എഴുതുന്നോലും അറിയാതെ എഴുതുന്നോലും ഒക്കെ ഉണ്ട്. ഫാൻസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പോലും അറിയാത്തോലും. എന്താ കുട്ടിയെ ഈ ഫാൻസ് എന്ന് ചോദിച്ചാൽ അതുപോലെ ചെറിയ കുട്ടികളോടൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഫാൻ എന്ന് പറഞ്ഞാൽ ആബിദ് എന്നാണ് അതിന്റെ അർത്ഥം, ആരാധകൻ. അർജന്റീന ആരാധകർ, ബ്രസീൽ ആരാധകർ എന്നല്ലേ ഈ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാധകനാണ് ഞാനെന്ന് പോലും പറയാൻ വിശ്വാസിക്ക് അവകാശമില്ല. മഅ്ബൂദ് ഒന്നേ ഉള്ളൂ, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബ്ദ് എന്ന് വേണമെങ്കിൽ പറയാം, ആബിദ് എന്ന് പറയാൻ പാടില്ല. റസൂലുള്ളാഹിയുടെ അബ്ദാണ് ഞാൻ എന്ന് ഖാദിമി എന്ന അർത്ഥത്തിന് വേണമെങ്കിൽ പറയാം. ആബിദാണ് എന്ന് അപ്പോഴും പറയാൻ പറ്റും. നബിതങ്ങളെ പറ്റി പോലും, മഹബത്തിന്റെ പേരിൽ പോലും അങ്ങനെ പറഞ്ഞുകൂടാ. ഇഷ്കിന്റെ പേരിൽ പോലും ആബിദ് എന്ന് പറഞ്ഞു, അബ്ദ് എന്ന് പറയാം, അടിമ.
ഏത് അർത്ഥത്തിൽ? ഖാദിം എന്നുള്ള അർത്ഥത്തിൽ. ആ അർത്ഥത്തിലാണ് നമ്മൾ ശറഫൽ അനാമിൽ അഷ്റഖുൽ ബദ്റൂലുണ്ടല്ലോ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ യാ നബി സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. നബിയേ, തങ്ങളുടെ സേവകൻ, അങ്ങയുടെ ഖാദിം, അങ്ങയുടെ അടിമ എന്ന് പറഞ്ഞാൽ ഖാദിം, ഇതാ തങ്ങളുടെ ഔദാര്യം തേടി കാംക്ഷിച്ച് ആഗ്രഹിച്ച് തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വരുന്നു. തങ്ങളെ, തങ്ങളോട് പറയാണ്, തങ്ങൾ എന്നോട് കനിയണം, എനിക്കു നേരെ തിരുനോട്ടം ഉണ്ടാകണം അങ്ങയുടെ എന്ന് ഹബീബായ റസൂലുള്ളാഹിയോട് ഇഷ്കിന്റെ ഭാഷയിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആഴം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കാ, അന അബ്ദു മൻ അല്ലഫനി ഹർഫൻ വാഹിദ. ഒരക്ഷരം കിതാബ് ഓതി തന്ന ഒരക്ഷരം ഇൽമ് എന്നെ പഠിപ്പിച്ച ഉസ്താദിന്റെ അടിമയാണ് ഞാൻ. ആ ഉസ്താദിന് വേണ്ടി അടിമ വേല എടുക്കാൻ ഞാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആബിദ് എന്ന് പറയാ, എന്നാലും ആബിദാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏത് അടിസ്ഥാനത്തിലായി ഈ ഫാൻ സംസ്കാരം മുസ്ലിം മക്കളെ ഏറ്റുപിടിക്കുന്നത്? കൊണ്ടോട്ടിക്കടുത്തൊരു ഉസ്താദ് പള്ളിയിൽ നിന്ന് വിമർശിച്ചു, പ്രസംഗിച്ചു. ഈ ഭ്രാന്തിന് കയ്യും കാലും വെച്ചു അല്ലേ? ഇത് നമ്മൾ കേൾക്കാറേ ഉള്ളൂ, അത് കാണുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചു. പിറ്റേന്ന് ഉസ്താദ് പുറത്തു വരുമ്പോ കാണുന്ന ഫ്ലക്സ് ബോർഡ് നിങ്ങൾ പലപ്പോഴും വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് കണ്ടവർ പലരും ഉണ്ടാവും അല്ലെ? നമ്മളെയൊക്കെ കണ്ണുകൊണ്ട് കണ്ട എത്ര മഹാന്മാര്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ മറക്കുന്നില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, പടച്ചവനെ, അവിടുത്തെ ഖബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. നാളെ അവരോടൊപ്പം ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആ താജുൽ ഉലമ തങ്ങൾ എപ്പോഴും അതാ കാറിൽ എപ്പോഴും ഒരു മുസഹഫുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എപ്പോഴും ഉണ്ടാവും ഒരു മുസഹഫ് കൂടെ. ഞാൻ അവിടുത്തെ പേരക്കുട്ടിയോട്, പൂക്കോയത്തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, ഉപ്പാപ്പ ഖത്മ് തീർക്കുന്ന പീരീഡ് ഒന്ന് പറഞ്ഞു തരുമോ? എത്ര ദിവസം കൂടുമ്പോഴാ ഖത്മ് തീരാറുള്ളത്? നല്ലോണം ഖുർആൻ ഓതും. അവിടുന്ന് മറുപടി പറയുന്നു, ഉപ്പാപ്പക്ക് 10 ദിവസമാകുമ്പോഴേക്കും ഒരു ഖത്മ് തീരും. സുബ്ഹാന മൻ ജല്ല ജലാലു. 94 95 വയസ്സൊക്കെ ഈ ഭൂമി ലോകത്ത് നമ്മളെയൊക്കെ കൺമുമ്പിൽ ജീവിച്ചു പോയി. 10 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ് ഓതുക എന്നുള്ള ശീലം ഒരു 50 വയസ്സോടുകൂടെ ശീലാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു 40-ലോ 50-ലോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ഖത്മുണ്ടാകും? ശരിക്കും മനസ്സിൽ തട്ടി ആലോചിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, ഞാൻ പലപ്പോഴും പല വേദിയിലും പറഞ്ഞതാ, ഖുർആൻ ഓതുന്നിടത്തു മാത്രമല്ല എല്ലായിടത്തും നമുക്ക് മാതൃകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ കടന്നു വരുമ്പം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഒരു ദിവസം ഒരു വേദിയിൽ നിന്നിങ്ങനെ പറയുന്നു, പടച്ചോനെ, ഞങ്ങളെ നേതാവ് വരുന്നുണ്ട്, നീ ദീർഘായുസ് കൊടുക്കണേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. സ്വതസിദ്ധമായ ശൈലിയിൽ തങ്ങളുപ്പാപ്പ സ്റ്റേജിൽ വന്നിട്ട് പറയുന്നു, മതിയേ പി, നിങ്ങൾ ദ്വാരന്ന് എന്നെ ഇങ്ങോട്ടെത്തിച്ചു, ഇനി എനിക്ക് ആയുസ് വേണ്ട, ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി ഖൽബ് ലംഘി മരിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, അവിടുന്ന് പിന്നെ പറയാണ്, എടാ കുറെ ആയുസ് കിട്ടിയിട്ട് എന്താ? എന്തേ ഞാൻ ഈ നീണ്ട വയസ്സിൽ ഹിജ്റ വർഷം അനുസരിച്ച് എനിക്ക് 93 വയസ്സിലേക്ക് എത്തി. ഞാൻ പത്രത്തിൽ വയസ്സ് കണക്ക്, മരണാനന്തരം വഫാത്തിന് ശേഷം വയസ്സ് രേഖപ്പെടുത്തിയത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അന്ന് കേട്ടതാ ഹിജ്രി വർഷം അനുസരിച്ച് എനിക്ക് 93 ആയി. അപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത്. ഹിജ്രി വർഷം അനുസരിച്ച് എന്ന് പറയുമ്പോൾ ഒരു 4-5 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടാവും, ഇത്രയും കൂടുതൽ വരുമ്പോൾ. അപ്പൊ ഒരു 90, 97, 98 വയസ്സൊക്കെ ആകും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോ, ഹിജ്രി വർഷം അനുസരിച്ച് കണക്ക് കൂട്ടുമ്പോ, ഏതാവട്ടെ, തങ്ങളുപ്പാപ്പ പറഞ്ഞു 90 കഴിഞ്ഞു എന്ന് ചുരുക്കി പറയാം. ഈ കാലം അത്രയും എന്താ ഞാൻ മുടങ്ങാതെ ഒരു ഇബാദത്ത് ചെയ്തു എന്ന് എനിക്ക് അവകാശപ്പെടാനുള്ളത്? എന്താ തങ്ങളുപ്പാപ്പ ചെയ്യാത്തത്? ചെറുപ്പം മുതലേ ദർസ് നടത്താൻ തുടങ്ങി.
മന്ത്രി ചൂതി കൊടുക്കുന്നു, ഇജാസത്ത് കൊടുക്കുന്നു, ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു, സ്വലാത്ത് പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ തന്നെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു, നമ്മളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു തരുന്നു, നല്ല ഉപദേശങ്ങൾ തരുന്നു. അതിനപ്പുറത്ത് വല്ലതും ഉണ്ടോ ആ ജീവിതത്തിൽ? നല്ലത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭാഷയിൽ നല്ലത് മാത്രമേ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ചെയ്തുള്ളൂ. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്താടാ ഞാൻ ചെയ്തത്? എന്റെ ജീവിതത്തിൽ മുടങ്ങാതെ ചെയ്തു എന്ന് എനിക്ക് അവകാശപ്പെടാനുണ്ടെങ്കിൽ 16-ാമത്തെ വയസ്സിൽ എന്റെ ഉപ്പാപ്പ എന്റെ കൈ പിടിച്ചിട്ട് എന്നോടൊരു വസിയത്ത് പറഞ്ഞിരുന്നു, മോനെ, നിൽക്കാൻ കഴിയുന്ന കാലത്തോളം വിത്ർ 11 റക്അത്ത് നിന്നുകൊണ്ട് എന്നെ നിസ്കരിക്കണം കേട്ടോ. 16-ാമത്തെ വയസ്സിൽ എന്നോട് വസിയത്ത് ചെയ്തിരുന്നു. എന്നിട്ട് സദസ്സിനോട് അവിടുത്തെ സ്വതസിദ്ധമായ ശൈലിയിൽ തങ്ങൾ പാപ്പ പറയാണ്, എടാ, ഇന്നലെ രാത്രിയും ഞാനത് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ ദിവസം ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം, ഞാൻ എവിടെയാണ്, നിങ്ങൾ എവിടെയാണ്, നമ്മളും തങ്ങളും എവിടെയാണ് എന്ന് ചിന്തിക്കണം. ഈ തങ്ങളുപ്പാപ്പയുടെ അനുയായികളല്ലേ നമ്മള്? അവർ കാണിച്ചു തന്ന വഴിയിലൂടെയല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്? ഈ തങ്ങളുപ്പാപ്പക്ക് സ്വർഗത്തിലേക്ക് വഴി അന്വേഷിക്കേണ്ടി വരുമോ? തട്ടിമുട്ടി വഴിയിലെവിടെയോ കെട്ടിക്കിടക്കുവോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നാൽ അതിന്റെ പിൻതലമുറക്കാരായ നമ്മൾ ഇക്കോലത്തിൽ നടന്നാൽ മതിയോ? ഒരല്പം മാറ്റം വേണ്ടേ? ഞാൻ പറയുന്നു, 10 ദിവസം കൂടുമ്പോ ഖത്മോദാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞോളണം എന്നില്ല. ഞാനൊരു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ലളിതമായ രൂപത്തിൽ പറയട്ടെ, ഒരു 40 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ തീർക്കാൻ നമുക്ക് കഴിയൂലേ? ദിവസം ഒരു ജുസ് ഓതിയാല്, തിരക്കുള്ള ദിവസങ്ങളൊക്കെ മാറ്റി വെക്കും ചെയ്താല്. ഇനി അതൊക്കെ പോവട്ടെ, ഒരു പേജ് ഒരു ദിവസം. ഈ പ്രഭാഷണം കേട്ട എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങൾക്ക്, എന്റെ ശബ്ദം കേൾക്കുന്ന മൂമിനാത്തുകൾക്ക് ഒരു പേജ് ഒരു ദിവസം ഓതിക്കൂടെ? അത് ഓതിയാൽ എത്രയാ കിട്ടാൻ പോകുന്നത്? കൊല്ലത്തിലൊരു ഖത്മ എന്തായാലും തീരുന്നേ. ഇതെങ്കിലും എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങൾ ഏറ്റെടുക്കണം. റമദാൻ മാസത്തിൽ നിർബന്ധമായിട്ടും ഇനി ബാക്കിയുള്ള 25 ദിവസം കൊണ്ട് ഒരു ഖത്മ തീർക്കണം. ഞാനും നിങ്ങളും അത് തീർക്കുന്നുള്ള തീരുമാനം എടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.